രാംജി തുടങ്ങിക്കോളൂ. ഓക്കെ ഓക്കെ, ഒരു മിനിറ്റ്. എൻ്റെ സ്ക്രീൻ കാണാവോ? വരുന്നുണ്ട്. വന്നു അല്ലേ? ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രാമചന്ദ്രൻ. നമുക്ക് സമയം പരിമിതമായതുകൊണ്ട് നമുക്ക് നേരിട്ട് നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് നമ്മൾ നോക്കുന്നത് എന്നതിലേക്ക് ഒന്ന് പോവാം. നമ്മളിന്ന് ആദ്യമായിട്ട് ഇന്നത്തെ ഒരു ക്ലാസ്സിൻ്റെ ഒരു ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഓൺലൈൻ വിദ്യാഭ്യാസത്തിൽ നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന ഒന്നാണ് ഈ വീഡിയോ കോൺഫറൻസിങ് ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ ഓൺലൈൻ മീറ്റിംഗ് ആപ്ലിക്കേഷൻസ്, അതുമാതിരിയുള്ള സോഫ്റ്റ്വെയറുകൾ. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചു വരുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഗൂഗിൾ മീറ്റ്. അപ്പോൾ നമ്മൾ ഏതൊരു സോഫ്റ്റ്വെയറും ഉപയോഗിക്കുന്ന മാതിരിയല്ല നമ്മൾ ഗൂഗിൾ മീറ്റ് ഉപയോഗിക്കുമ്പോൾ അതിന് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യമായിട്ട് നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളിൽ ഒന്നാണ് ഒരു ഗൂഗിൾ അക്കൗണ്ട്. അപ്പോൾ ഒരു ഗൂഗിൾ അക്കൗണ്ട് ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് അനിവാര്യമാണ്. കാരണം ഗൂഗിൾ അക്കൗണ്ട് കൊണ്ട് നമുക്ക് വളരെയധികം നമുക്ക് പ്രയോജനങ്ങൾ നമുക്ക് കിട്ടുന്നതാണ്. ഗൂഗിൾ അക്കൗണ്ടുകൾ നമ്മൾ ഉപയോഗിച്ചാൽ വളരെയധികം പ്രയോജനങ്ങൾ നമുക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമായി നോക്കുന്നത് എങ്ങനെയാണ് ഒരു ഗൂഗിൾ അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. പണ്ടൊക്കെ ഗൂഗിൾ ഒരു സെർച്ച് എഞ്ചിൻ മാത്രമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. നമുക്ക് ഗൂഗിൾ വെച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഫലപ്രദമായിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ തരുന്നതിൽ ഒന്നാണ് ഗൂഗിൾ. അപ്പോൾ നമുക്ക് നേരിട്ട് ഒന്ന് പോവാം. അപ്പോൾ നമ്മൾ ആദ്യം google.com പോകുന്നു. നമ്മൾ www.google.com എന്ന് ഒരു ബ്രൗസറിൽ നമ്മൾ കയറി അടിച്ചാൽ, അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ കയറി ഗൂഗിൾ എന്ന് അടിച്ചാൽ നമുക്ക് google.com പോകാം. നമ്മൾക്ക് google.com പോകാം. ഒരു മിനിറ്റ്. അപ്പോൾ ഗൂഗിളിൽ നമ്മൾ എന്ത് സെർച്ച് ചെയ്താലും നമ്മൾക്ക് വരുന്ന ആദ്യത്തെ റിസൾട്ട് ആയിരിക്കും ഏറ്റവും അനിവാര്യമായിട്ടുള്ളത്. പറഞ്ഞാൽ ഏറ്റവും അതിൻ്റെ ബെസ്റ്റ് റിസൾട്ട് ആയിരിക്കും നമ്മൾ ആദ്യം കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഗൂഗിൾ സെലക്ട് ചെയ്തു. അപ്പോൾ ഇതാണ് ഗൂഗിളിൻ്റെ സാധാരണ വരുന്ന മെയിൻ ആയിട്ടുള്ള പേജ്. ഓക്കെ, നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് എന്ത് വേണമെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. അതിന് പ്രത്യേകിച്ച് ഗൂഗിൾ അക്കൗണ്ടിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ ഗൂഗിളിന്റെ ആപ്ലിക്കേഷനുകൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ ഹലോ വിസിബിൾ അല്ലേ? വീഡിയോ വിസിബിൾ അല്ല. സാറിന്റെ പ്രൊഫൈൽ DP മാത്രമേ എനിക്ക് കാണുന്നുള്ളൂ. ബാക്കിയെല്ലാവർക്കും അങ്ങനെയാണോ? അല്ല, പ്രസന്റേഷൻ കാണുന്നുണ്ട്. പ്രസന്റ് ചെയ്തോളൂ, സ്ക്രീൻ കാണിച്ചോളൂ. അല്ല, പ്രസന്റേഷൻ കാണുന്നുണ്ടല്ലോ. സാർ ഒരു കാര്യം ചെയ്യും, സാർ അതിനകത്ത് പിൻ ചെയ്തിട്ടുണ്ടാവും രാമേന്ദ്രന്റെ ഇതിൽ അറിയാതെ പിന്നായിക്കാം. ആരെ സ്ക്രീനാ കാണുന്നത് നോക്കും. അത് ബിജു PK. അത് പിൻ റിമൂവ് ചെയ്തോളൂ. ഗൂഗിളിൽ നിന്നൊരു സ്ക്രീൻ ഇപ്പൊ കാണാൻ പറ്റും. ഞാൻ അതാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഒന്ന് നോക്കിയോ. അതെ, ഗൂഗിളിന്റെ അവിടെ. ഓക്കെ സർ, താങ്ക് യു. ശരിയല്ലേ? ആർക്കും ഇപ്പൊ പ്രശ്നമൊന്നുമില്ലോ? ഇല്ല, താങ്ക് യു സർ. ഇല്ല, ശരി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സെർച്ച് ബാറിൽ നമുക്ക് വേണമെങ്കിൽ ടൈപ്പ് ചെയ്തിട്ട് എന്ത് വേണമെങ്കിൽ സെർച്ച് ചെയ്യാം. ഓക്കെ, എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ സെർച്ച് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഈ വോയിസിന്റെ ഐക്കണിൽ പിടിച്ച് അമർത്തി കഴിഞ്ഞാൽ നമ്മൾ മൈക്രോഫോണോ നമ്മൾ ഈ ഹെഡ്സെറ്റ് ഒക്കെ കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ വോയിസ് വഴി സെർച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഇന്ത്യ എന്ന് സെർച്ച് ചെയ്താൽ അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, പക്ഷെ ഇതിനൊന്നും നമുക്ക് ഗൂഗിൾ അക്കൗണ്ട് ആവശ്യമില്ല. ഗൂഗിളിന് നിരവധി തരം ആപ്ലിക്കേഷനുകളുണ്ട്. യൂട്ടിലിറ്റി ആപ്ലിക്കേഷൻസ് എന്ന് നമുക്ക് പറയാം. ഓരോ കാര്യങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷനുകളാണ്. ഈ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം വിവിധ തരം ഗൂഗിളിന്റെ ആപ്ലിക്കേഷനുകൾ എന്തൊക്കെയാണ് ഉള്ളത്.
എല്ലാം ഓരോ ആപ്ലിക്കേഷനുകളും ഓരോരോ കാര്യത്തിന് വേണ്ടിയിട്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. അതിലൊന്നാണ് ഗൂഗിൾ മീറ്റ്. അത് നമ്മൾ അടുത്ത് തന്നെ നോക്കുന്നതാണ്. അതിൽ ഈ റൈറ്റ് സൈഡിൽ ഇപ്പോൾ ഒരു ഐക്കൺ കണ്ടിട്ടുണ്ടായിരുന്നു, എന്നൊരു ഐക്കൺ കണ്ടിട്ടുണ്ടായിരുന്നു. അതെൻ്റെ ഒരു അക്കൗണ്ടാണ്. പക്ഷേ നിങ്ങൾ ഗൂഗിളിലേക്ക് കയറുമ്പോൾ ഒരു അക്കൗണ്ടും നമ്മൾ ഡിഫോൾട്ട് ആയിട്ട് ലോഗിൻ ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവിടെ സൈൻ ഇൻ അല്ലെങ്കിൽ സൈൻ അപ്പ് എന്നുള്ളൊരു ബട്ടൺ കാണും. സൈൻ ഇൻ, ഒരു മിനിറ്റ്, ഇങ്ങനെ കാണും. സൈൻ ഇൻ എന്നൊരു ബട്ടൺ കാണും. ഓക്കെ, അപ്പോൾ ആ സൈൻ ഇൻ എന്നുള്ള ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ കുറെ ഓൾറെഡി എൻ്റെ 2 അക്കൗണ്ടുകൾ ഓൾറെഡി ഗൂഗിളിൽ ഉള്ളത് കൊണ്ട് ഡിസ്പ്ലേ ഇങ്ങനെ വരും. പക്ഷെ സാധാരണ അങ്ങനെ ഒരു ഇത് വരാറില്ല. ഞാൻ തൽക്കാലം ഈ 2 അക്കൗണ്ട് ഒന്ന് റിമൂവ് ചെയ്തിട്ട്, ഒരു മിനിറ്റ്, ഇപ്പോൾ ഒരു അക്കൗണ്ടും ഇല്ല. അപ്പോൾ നമ്മൾ സൈൻ ഇൻ അടിക്കുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെയാണ് വരുന്നത്. നമ്മളിവിടെ അക്കൗണ്ട് വല്ലതും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യൂസർ ID അടിച്ചു കൊടുത്തു കഴിഞ്ഞ് നെക്സ്റ്റ് ഇമെയിൽ ID അല്ലെങ്കിൽ ഫോൺ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് അടിച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാം. പക്ഷെ നമ്മൾക്കിപ്പോൾ ഗൂഗിൾ അക്കൗണ്ട് നമ്മളുടെ കയ്യിൽ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ക്രിയേറ്റ് അക്കൗണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. താഴെ ക്രിയേറ്റ് അക്കൗണ്ട് എന്നൊരു ലിങ്ക് ഉണ്ട്. അതിൽ നമ്മൾ അമർത്തുന്നു. അപ്പോൾ 2 എണ്ണമുണ്ട്, ഫോർ മൈസെൽഫും ടു മാനേജ് മൈ ബിസിനസ്സും. ഫോർ മൈസെൽഫ് നമ്മൾ പേഴ്സണൽ അക്കൗണ്ട് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനും ഓരോ പരിമിതികളുണ്ട്. ബിസിനസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ ഫീച്ചറുകൾ ഉണ്ടാവും. സാധാ അക്കൗണ്ട് ആണെങ്കിൽ അതിൻ്റെതായ ഫീച്ചറുകൾ ഉണ്ടാവും. പക്ഷേ ബിസിനസ് അക്കൗണ്ടിൽ G Suite എന്ന് പറഞ്ഞ ഒരു ഘടകം കൂടി ഉണ്ടാവും. G Suite നമുക്ക് അതിനൊരു സബ്സ്ക്രിപ്ഷൻ പ്ലാനൊക്കെ ഉണ്ടാവും. ഒരു മന്ത്ലി അതിന് ഒരു തുകയൊക്കെ നമ്മൾ അടയ്ക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓരോ ആപ്ലിക്കേഷനും അതിൻ്റെതായ ഓരോ ബെനിഫിറ്റുകൾ ഉണ്ടാവും. നമ്മൾ സാധാ അക്കൗണ്ട് ആണെങ്കിൽ ഇപ്പോൾ ഈ ഗൂഗിൾ മീറ്റ് തന്നെ നമ്മളൊരു സാധാ അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് 100 ആൾക്കാരെ മാത്രമേ നമുക്കൊരു കോൺഫറൻസിങ് കോളിൽ ഇതേമാതിരി എടുത്ത് നമുക്ക് കോൺഫറൻസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു ബിസിനസ് അക്കൗണ്ട് അല്ലെങ്കിൽ G Suite സബ്സ്ക്രിപ്ഷൻ നമ്മൾക്ക് ഉണ്ടെങ്കിൽ നമുക്കത് 250 വരെ നമുക്ക് യൂസേഴ്സിനെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾക്കിപ്പോൾ ഒരു സാധാ അക്കൗണ്ടാണ് നമ്മൾക്കിപ്പോൾ തൽക്കാലം ആവശ്യം. അപ്പോൾ നമ്മൾ ഫോർ മൈസെൽഫ് അടിച്ചു. ഫോർ മൈസെൽഫ് അടിച്ചപ്പോൾ ഇങ്ങനെയുള്ള ഒരു പേജിലേക്ക് നമ്മൾ പോയി. ഇങ്ങനെയുള്ള ഒരു പേജിൽ നമ്മൾ ഇവിടെ ഫസ്റ്റ് നെയിം അടിക്കുന്നു. ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും നമ്മൾ അടിക്കുന്നു. പിന്നെ നമ്മൾ യൂസർ നെയിം, നമ്മൾ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും അടിക്കുമ്പോൾ തന്നെ ഒരു യൂസർ നെയിം തന്നെത്താൻ പ്രിഡിക്റ്റ് ചെയ്തിട്ട് ഗൂഗിൾ നമുക്ക് തരുന്നതാണ്. ഓക്കെ, ഇത് ആരും ഉപയോഗിക്കാത്ത ഒരു യൂസർ നെയിമാണ്. ഒരു ഇമെയിൽ, ഒരു പർട്ടിക്കുലർ ഗൂഗിൾ അക്കൗണ്ട് ID, ഒരു ഗൂഗിൾ അക്കൗണ്ട് ID ഇപ്പോൾ @gmail.com എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് വരുന്നത്. എന്റെ സ്ക്രീൻ കാണാവോ? ഹലോ, ഇപ്പൊ കാണുന്നില്ല. ഇല്ല ഒരു മിനിറ്റ്. ഇപ്പൊ കാണുന്നോ? യെസ് സർ. യെസ്. കാണുന്നുണ്ടല്ലേ? ഫസ്റ്റ് നെയിം അടിച്ചു, നമ്മൾ ലാസ്റ്റ് നെയിം അടിച്ചു. പിന്നെ ഇവിടെ നമ്മൾ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും അടിച്ചാൽ ഡിഫോൾട്ട് ആയിട്ട് നമുക്ക് ഒരു യൂസർ നെയിം ഗൂഗിൾ തന്നെ തരുന്നതാണ്. ഓക്കെ, ഇത് എന്താണ് ഡിഫോൾട്ട് ആയിട്ട് തരുന്നതെന്ന് വെച്ചാൽ ഒരു Gmail ID ഒരാൾക്ക് മാത്രമേ പറ്റുള്ളൂ. യുണീക്ക് ആയിട്ടുള്ള ഒരു Gmail ID ആണ്. അതുകൊണ്ട് തന്നെ ആരും ഉപയോഗിക്കാത്ത ഒരു യൂസർ നെയിം ആയിരിക്കും നമുക്ക് തരുന്നത്. നമ്മളിവിടെ വേറെ വല്ല യൂസർ നെയിമും ഇപ്പൊ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കാണുന്നില്ല. ഇപ്പൊ കാണുന്നില്ല. Presentation has been stopped. Sir, screen is not visible. Ram, you are not presenting now. രാംജി, ഈ പ്രസന്റേഷൻ ആർക്കെങ്കിലും ഷെയർ ചെയ്യാവോ? സുമേഷിക്കോ എനിക്ക് ആർക്കെങ്കിലും? ഷുഡ് ബി പ്രസന്റ് ദ സ്ക്രീൻ.
അങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ. ഇല്ല ഇല്ല, കേൾക്കണില്ല. ഹലോ, റാം ഇപ്പൊ കേൾക്കാം. കാണാൻ പറ്റുന്നുണ്ടോ? യെസ്. അത് ക്ഷമിക്കണം, ഇവിടെ മഴയായതുകൊണ്ട് ഈ ഇന്റർനെറ്റ് കണക്ഷനിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ബ്ലോക്ക് വരുന്നതാണ്. അപ്പോ ഇതിൽ കാണാൻ പറ്റുന്നുണ്ടല്ലേ എല്ലാവർക്കും? കാണാം കാണാം. Yes, sir. Continue. അപ്പോ നമ്മൾ യൂസർ നെയിം അടിച്ചു @gmail.com എന്ന് പറഞ്ഞ് നമ്മൾ അടിച്ചു കഴിഞ്ഞു. അപ്പൊ ഇവിടെ തന്നെ ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ സർ, ഹലോ. കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അവൈലബിൾ യൂസർ നെയിമുകൾ ക്ലിയർ. അത് അറിയാതെ എന്നെ ആരോ മ്യൂട്ട് ചെയ്തു തോന്നുന്നു, അതാണ്. ഓക്കെ, അപ്പോ ഇവിടെ കുറെ അവൈലബിൾ ആയിട്ടുള്ള യൂസർ നെയിമുകൾ ഉണ്ട്. ഇതിൽ ഏത് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ ഇതിൽ മല്ലിക പല്ലാവൂർന്ന് സെലക്ട് ചെയ്തപ്പോൾ നമുക്ക് വന്നു അല്ലെ. പിന്നെ പാസ്വേഡ് നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ സാധാ നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അതുമാതിരിയുള്ള പാസ്വേഡുകൾ നമ്മൾ അടിച്ചു കൊടുക്കരുത്. അതൊക്കെ ഈസി ആയിട്ട് ഹാക്കർമാർക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഈസി ആയിട്ട് ഗസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടും അതുകൊണ്ട് ഗൂഗിൾ ഒരു കടമ്പ വെച്ചിട്ടുണ്ട്. യൂസ് 8 or more ക്യാരക്ടേഴ്സ് വിത്ത് മിക്സ് ഓഫ് ലെറ്റേഴ്സ്, നമ്പേഴ്സ് ആൻഡ് സിംബൽസ്. അതുപോലുള്ള പാസ്വേഡെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മൾക്ക് ലെറ്ററുകൾ, നമ്പറുകൾ, സിംബലുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോ IT മിലാൻ @123 അതേമാതിരി ഉള്ള അതിൽ നമ്മളുടെ ലെറ്ററുകൾ, ആൽഫബറ്റുകൾ ഉണ്ട്, സിംബലുകൾ ഉണ്ട്, ഈ അറ്റ് സിംബൽ നമ്മൾ ഈ അറ്റ് സിംബൽ ഉണ്ട്, 123 ലെറ്റേഴ്സ് ഉണ്ട്. അത് കാരണം ഇതിനെ ഹാക്കർമാർക്ക് ഇതിനെ ഡീക്രിപ്റ്റ് ചെയ്യാൻ ഭയങ്കര സമയമെടുക്കും. വർഷങ്ങളാൽ സമയമെടുക്കുന്നത് കൊണ്ട് നമ്മൾ അങ്ങനത്തെ ടഫായിട്ടുള്ള പാസ്വേഡുകളെ നമുക്ക് സെറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഞാനിപ്പോ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ പാസ്വേഡ് രണ്ടും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത പാസ്വേഡ് അതേ പാസ്വേഡ് തന്നെ നമ്മൾ ഇവിടെ കൺഫേമിലും കൊടുക്കണം. ഓക്കെ, ഏതെങ്കിലും ഒരു പാസ്വേഡ് നമ്മൾ അടിച്ചത് സെയിം അല്ലെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ അലർട്ട് വരുന്നതാണ്. ഇപ്പൊ ഞാൻ ഇവിടെ തെറ്റിയൊരു പാസ്വേഡ് അടിച്ചു കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് കൊടുത്താലും ഇവിടെ കണ്ടോ അലർട്ട് വരുന്നതാണ്. അപ്പോൾ രണ്ടവിടെയും കറക്റ്റ് പാസ്വേഡ് കൊടുക്കണം. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വെൽക്കം ടു ഗൂഗിൾ എന്ന് പറഞ്ഞുള്ള ഒരു സ്ക്രീൻ വരും. അതിൽ നമ്മൾക്ക് ഫോൺ നമ്പർ കൊടുക്കാം. ഓക്കെ, ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ സെക്യൂരിറ്റി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അഡീഷണൽ സെക്യൂരിറ്റി നമുക്ക് സെറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആരെങ്കിലും അനധികൃതമായി കയറി വരുന്നുണ്ടോ എന്ന് ഗൂഗിളിന് മനസ്സിലായാൽ നിങ്ങൾക്ക് ഒരു ചിലപ്പോൾ ഒരു മെസ്സേജ്, അതുമാതിരിയുള്ള മെസ്സേജോ അങ്ങനെയുള്ള വല്ല അലർട്ടുകൾ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടും. മാത്രമല്ല നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾ മറന്നുപോയി. ഓക്കെ, നിങ്ങളുടെ പാസ്വേഡ് മറന്നുപോയി, അങ്ങനെ വല്ല പ്രശ്നങ്ങൾ വന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ വെച്ചിട്ട് പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ അത് നമുക്ക് നോക്കാം. അതെങ്ങനെയാണ് ഇവര് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഞാൻ ഒരു നമ്പർ അടിക്കട്ടെ.
ഇവിടെ നമുക്ക് വേണമെങ്കിൽ റിക്കവറി ഇമെയിൽ അഡ്രസ്സ് കൊടുക്കാം. ഒരു പക്ഷേ നമ്മളുടെ ഇമെയിൽ അഡ്രസ്സിന് നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റി, നമുക്ക് പാസ്വേഡ് മറന്നുപോയി, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഹാക്ക് ചെയ്തു, എന്തെങ്കിലും ബ്ലോക്കായി, അങ്ങനെയുള്ള വല്ല കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കിവിടെ റിക്കവറി ഇമെയിൽ അഡ്രസ്സ് വേറെ രണ്ടാമത്തെ ഒരു മെയിൽ ഐ ഡി നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ മെയിൽ ഐ ഡിക്ക് ഈ പറഞ്ഞ മാതിരി ഈ എങ്ങനെ റിക്കവർ ചെയ്യാം അതുമാതിരിയുള്ള ഡീറ്റെയിൽസുകൾ പോകും. ഓക്കെ. പിന്നെ നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഡേറ്റ് ഓഫ് ബർത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മൾ ജെൻഡർ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതിൽ ആവശ്യത്തിന് അവർ ചോദിച്ച എല്ലാ ഇൻഫോർമേഷനും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഓപ്ഷണൽ ആണ്. എന്തും ഓപ്ഷണൽ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾക്ക് അത്യാവശ്യമായിട്ട് നമുക്ക് സെറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഫോൺ നമ്പറും ഓപ്ഷണൽ ആയിരുന്നു, പക്ഷെ ഞാനൊന്ന് കൊടുത്തു എന്നുള്ളൂ. നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ വെരിഫൈ യുവർ ഫോൺ നമ്പർ എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ നമ്മൾ കൊടുത്തതെല്ലാം വാലിഡ് ആണോ എന്നറിയാൻ ഒരു ടെക്സ്റ്റ് മെസ്സേജ്, ഒരു 6 ഡിജിറ്റ് വെരിഫിക്കേഷൻ കോഡ് വെച്ചിട്ട് ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കാം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ നമ്മൾക്കിപ്പോൾ പാസ്വേഡ് നമ്മൾ മറന്നുപോയി, അതുമാതിരി ഉള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേമാതിരി നമ്മളുടെ ഫോണിലേക്ക് ഇതേമാതിരി ഒരു 6 ഡിജിറ്റ് വെരിഫിക്കേഷൻ കോഡ് വരുന്നതാണ്. ആ വെരിഫിക്കേഷൻ കോഡ് നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫോണിൽ SMS ആയിട്ട് വരുന്നതാണ്. ആ വെരിഫിക്കേഷൻ കോഡ് നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. പാസ്വേഡ് നമ്മൾ മറന്നുപോയാലും നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. പാസ്വേഡ് ഒരു മിനിറ്റ്. ഇവിടെ ആണ് നമ്മൾ ആ വെരിഫിക്കേഷൻ കോഡ് അടിക്കേണ്ടത്. ഒരു പക്ഷേ വെരിഫിക്കേഷൻ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ SMS ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് കോൾ ഇൻസ്റ്റഡ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം. കോൾ ഇൻസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ ഈ പർട്ടിക്കുലർ നമ്പറിലേക്ക് സാറ്റലൈറ്റ് വഴി അത് കോൾ ചെയ്യുന്നതാണ്. ആ കോൾ നിങ്ങൾക്ക് വന്ന് കോളിൽ നിങ്ങൾക്ക് ഈ വെരിഫിക്കേഷൻ കോഡ് പറഞ്ഞു തരും. ഓക്കെ. ആ വെരിഫിക്കേഷൻ കോഡ് നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ അടിച്ചു കൊടുക്കാം. ഓക്കെ. എൻ്റെ വെരിഫിക്കേഷൻ കോഡ് ഞാൻ നോക്കട്ടെ. ഓക്കെ. അപ്പൊ എനിക്ക് വെരിഫിക്കേഷൻ കോഡ് കിട്ടിയിട്ടുണ്ട്. അത് ഞാനിവിടെ ടൈപ്പ് ചെയ്യാണ്. ഓക്കെ. വെരിഫിക്കേഷൻ കോഡ് ടൈപ്പ് ചെയ്യും. ഞാൻ ഓൺലൈൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കാം. ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ വെരിഫൈ കൊടുത്തപ്പോൾ വെരിഫിക്കേഷൻ കോഡ് നമ്മൾ കറക്റ്റായി അടിച്ചത് കൊണ്ട് മാത്രമാണ് അടുത്ത പേജിൽ പോയത്. അഥവാ വെരിഫിക്കേഷൻ കോഡ് തെറ്റായി അടിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ അത് അതിലെന്താ ഉള്ളത്? നോക്ക്, അതിലെവിടെ ഉണ്ടാവും, അവിടെ ഉണ്ടാവുള്ളൂ. രാമേന്ദ്ര സാറേ മ്യൂട്ടായി പോയല്ലോ. ഹലോ സർ പക്ഷേ മ്യൂട്ടാണ്. മ്യൂട്ടാണോ? ഓക്കെ ബിക്കോസ് Ram will rejoin. കാണാമോ സ്ക്രീൻ? കാണാം.
ഓക്കെ ക്ലിയർ ആണ്. അത് ഈ സോറി ക്ഷമിക്കണം, ഈ ഇടയിലുള്ള മഴയും അതും കാരണം കുറച്ച് പ്രശ്നം വരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ എല്ലാം അടിച്ചു കഴിഞ്ഞ് ഐ അഗ്രി കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഒരു ഗൂഗിൾ അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, നമ്മളൊരു ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ആ ഗൂഗിൾ അക്കൗണ്ട് എവിടെ ക്രിയേറ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ നമ്മൾ അടിച്ചിരിക്കുന്നു malligapallavaru@gmail.com എന്നാണ്. അപ്പോൾ ആദ്യത്തെ ഒരു ലെറ്റർ ആയിരിക്കും ഇവിടെ കാണിക്കുന്നത്. ഈ വലതു ഭാഗത്ത് മുകളിൽ കാണിക്കുന്ന ആ ഒരു ലെറ്റർ ആയിരിക്കും ആദ്യം കാണിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഈ ഐക്കൺ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് വേണമെങ്കിൽ നമ്മളുടെ ഫോട്ടോ ഒക്കെ ഇടാം. നമ്മൾ വാട്സപ്പിലൊക്കെ പ്രൊഫൈൽ പിക്ചറൊക്കെ ഇടുന്ന മാതിരി നമുക്കിവിടെ ഫോട്ടോകളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇടാം. ഓക്കെ, നമ്മളുടെ പേര് ഇതാ, നമ്മളുടെ ID ആണത് malligapallavaru@gmail.com. ഓക്കെ, ഇനി മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ സെറ്റിങ്സുകളൊക്കെ മാറ്റാം. നിരവധി സെറ്റിങ്സുകൾ ഉണ്ട്. ഓക്കെ, അതിലിപ്പോൾ നമ്മൾക്ക് അത്യാവശ്യമായിട്ടുള്ള സെറ്റിങ്സുകളൊന്നും ഇപ്പൊ തൽക്കാലം നമ്മൾക്ക് ആവശ്യമില്ല. നമ്മൾ നോക്കേണ്ടത് ഇപ്പൊ സെക്യൂരിറ്റിയിൽ നമുക്ക് വേണമെങ്കിൽ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഓൺ ആക്കി വെക്കാം. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഓൺ ആക്കുക എന്ന് വെച്ചാൽ നമ്മളുടെ അക്കൗണ്ടിലേക്ക് ഇപ്പോൾ ഒരാൾക്ക് ലോഗിൻ ചെയ്യണമെങ്കിൽ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഉണ്ട്. ഇപ്പൊ നമ്മൾ ബൈ ഡിഫോൾട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് 1 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ മാത്രമാണ്. 1 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നമ്മൾ വെറും യൂസർ നെയിമും പാസ്വേഡും വെച്ചുകൊണ്ട് കയറുന്നു. യൂസർ നെയിമും പാസ്വേഡും വെച്ചുകൊണ്ട് കയറി കഴിഞ്ഞാൽ വേറൊരു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ വേണമെങ്കിൽ കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ ഫോണിലേക്ക് വരുന്ന ഒരു മെസ്സേജ് മാതിരി അല്ലെങ്കിൽ OTP, അങ്ങനെയുള്ള ഒരു കാര്യമാണ് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്നുള്ളത്. അതേമാതിരി നിരവധി സെറ്റിങ്സുകൾ നിങ്ങൾക്ക് ഇവിടുന്ന് മാറ്റാം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടുന്ന് നിരവധി സെറ്റിങ്സുകൾ മാറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ ഗൂഗിൾ നമ്മളിവിടെ ഇപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മളുടെ ഗൂഗിൾ അക്കൗണ്ടിലേക്ക് ലോഗ്ഡ് ഇൻ ആണ്. ഓക്കെ, ഇനി നമ്മൾക്ക് എന്ത് ഗൂഗിളിന്റെ സോഫ്റ്റ്വെയറുകൾ ഓൺലൈൻ അവൈലബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അതിന് ഇത് ഗൂഗിൾ ആപ്സ് എന്ന് കാണുന്ന ഈ ഐക്കൺ കണ്ടോ, നിരവധി കുത്തുകളുള്ള ഈ ഐക്കൺ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ അടിച്ചാൽ ഇതേ സ്ക്രീനിൽ തന്നെ വരും. നമ്മളുടെ അക്കൗണ്ടിന്റെ ഈ ഒരു സെറ്റിങ്സ് ഉള്ള ഒരു സ്ക്രീനിലേക്ക് വരും. പിന്നെ ഗൂഗിളിന് സെർച്ച് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഗൂഗിൾ മാപ്സ് വെച്ച് നമുക്ക് നാവിഗേഷൻ എല്ലാം ചെയ്യാം. യൂട്യൂബ് ഉണ്ട്, പിന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഉണ്ട്, ഗൂഗിളിന്റെ ആപ്ലിക്കേഷൻസ്, നമ്മളുടെ പ്ലാറ്റ്ഫോം ബേസ്ഡ് ആപ്ലിക്കേഷൻസ്, വിൻഡോസ്, ലിനക്സും അങ്ങനെ, പിന്നെ നമ്മൾക്ക് ആൻഡ്രോയിഡിനൊക്കെ പ്ലേ സ്റ്റോർ ഒക്കെ ഉപയോഗിക്കില്ലേ, ഉള്ളതാണ്. പിന്നെ അതേമാതിരി നിരവധി ഗൂഗിൾ ന്യൂസ്, ഗൂഗിൾ കോണ്ടാക്ട്സ്. ഈ ഗൂഗിൾ അക്കൗണ്ട് നമ്മളുടെ ഫോണിൽ നമുക്ക് സിങ്ക് ചെയ്തിട്ട് സെറ്റിംഗ്സിൽ പോയിട്ട് നമ്മൾ ഗൂഗിൾ കോണ്ടാക്ട്സിലേക്ക് സേവ് ചെയ്യൂ എന്ന് സെറ്റിംഗ്സിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് സിമ്മിലാണ് ഒന്നില്ലെങ്കിൽ നമ്പർ സേവ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഫോണിൽ നമ്പർ സേവ് ചെയ്യും. അപ്പൊ സിമ്മ് എന്തെങ്കിലും പ്രശ്നം പറ്റി, അല്ലെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഫോണിന് എന്തെങ്കിലും പ്രശ്നം പറ്റി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര കഷ്ടപ്പെടും ഈ നമ്പർ തിരിച്ചു പിടിക്കാനോ ഒക്കെ. അപ്പൊ നമുക്ക് ഇതേമാതിരി ക്ലൗഡ് സെർവറിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് ഗൂഗിൾ കോണ്ടാക്റ്റുകൾ. അത് കാരണം ഇപ്പോൾ നമ്മളുടെ കയ്യിൽ ഒരു ഫോണില്ല, ഒന്നില്ലെങ്കിൽ നമ്മൾ 2 ഫോൺ ഉപയോഗിക്കുന്നു എന്ന് വെച്ചോ, ഒരു ഫോണിലാണ് നമ്മൾ സിമ്മിലും ആയിക്കോട്ടെ ഫോൺ ആയിക്കോട്ടെ ആ ഫോണിലെ നമ്പറുകളുള്ളൂ. പക്ഷെ നമ്മളുടെ കയ്യിൽ ഫോണേ ഇല്ല, നമ്മളുടെ കമ്പ്യൂട്ടർ മാത്രമേ ഉള്ളൂ. നമുക്ക് അവളുടെ നമ്പർ കിട്ടുകയും വേണം അത്യാവശ്യമായിട്ട്. അപ്പൊ അതിനൊക്കെ നമുക്ക് നല്ലോണം സഹായകരമാവുന്നതാണ് ഗൂഗിൾ കോണ്ടാക്റ്റുകൾ. പിന്നെ ജിമെയിൽ അറിയാം എല്ലാവരും, നമ്മൾ മെയിൽ സെൻഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും പ്രശസ്തമായ ഒരു പ്ലാറ്റ്ഫോമാണ് ജിമെയിൽ. പിന്നെ ഗൂഗിൾ മീറ്റ്, അതിലാണ് ഇപ്പൊ നമ്മൾ കണക്റ്റഡ് ആയിട്ടുള്ളത്. വീഡിയോ കോൺഫറൻസിങ്ങിനും അതിനു വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ്. പിന്നെ കലണ്ടർ, പിന്നെ ഗൂഗിൾ ഡ്രൈവ് ഉണ്ട്. കലണ്ടറിൽ നമുക്ക് നോട്ടിഫിക്കേഷനുകൾ സെറ്റ് ചെയ്യാം. ഫോണിൽ നോട്ടിഫിക്കേഷനുകളൊക്കെ കലണ്ടറിൽ സെറ്റ് ചെയ്താൽ നമുക്ക് അലാറം മാതിരി വരും. നമ്മൾ ഏതൊക്കെ ഗൂഗിൾ അക്കൗണ്ട് ഏതൊക്കെ ഡിവൈസിൽ, ഇപ്പോൾ ഫോൺ ആയിക്കോട്ടെ ലാപ്ടോപ്പ് ആയിക്കോട്ടെ, ഏതൊക്കെ ഡിവൈസിൽ നമ്മൾ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്തിട്ടുണ്ടോ അതിലൊക്കെ അലർട്ടുകൾ വരുന്നതാണ്. ഗൂഗിൾ ഡ്രൈവ് ഇത് നമ്മളുടെ ഒരു സെക്കൻഡറി സ്റ്റോറേജ് ലൊക്കേഷനാണ്. നമ്മൾക്ക് വേണമെങ്കിൽ നമ്മളുടെ ഫയലുകൾ ബാക്കപ്പ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മളുടെ ഫയലുകൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഗൂഗിൾ ഡ്രൈവിലേക്ക് നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വെച്ച് നമുക്ക് ഒരു ലാംഗ്വേജിൽ നിന്ന് വേറെ നിരവധി ലോകത്തുള്ള ഏകദേശം എല്ലാ ലാംഗ്വേജുകളും, ലിപികളുള്ള എല്ലാ ലാംഗ്വേജുകളും ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ബാക്കിയുള്ള ഗൂഗിൾ ഡോക്കുകൾ, ഷീറ്റ്, സ്ലൈഡുകളൊക്കെ വരും ക്ലാസ്സുകളിൽ വരും ദിവസങ്ങളിൽ നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ നോക്കുന്നതാണ്. ഓക്കെ,
പിന്നെ നമ്മൾ ഇനി നോക്കുന്നത് നമ്മൾ ജിമെയിലാണ്. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ജിമെയിലിന്റെ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇതെടുത്തു, ജിമെയിലിനെ ഇവിടെ ജിമെയിൽ ഉണ്ട്, ഞാൻ ക്ലിക്ക് ചെയ്തു. ജിമെയിൽ കുറച്ച് ലോഡ് ആവാൻ സമയം എടുക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ആദ്യം ജിമെയിൽ വന്നാൽ ഒരു ഗൂഗിളിന്റെ ഇതേമാതിരി ബേസിക് ട്യൂട്ടോറിയലുകൾ അതൊക്കെ വരും. നമ്മൾ ജസ്റ്റ് ഒന്ന് സൈഡിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ലേൺ മോർ എന്നുള്ള അതിൽ തന്നെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് എന്തിനൊക്കെ ഉപയോഗിക്കണം എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ബൈ ഡിഫോൾട്ട് ഗൂഗിളിന്റെ ഒരു വെൽക്കം മെയിൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. അതിലേക്ക് ക്ലിക്ക് ചെയ്ത്, ഇതാണ് നമ്മളുടെ ഇൻബോക്സ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിളിന്റെ വെൽക്കം മെയിലും എല്ലാ അതിന്റെ ഫീച്ചേഴ്സുകളും അഡ്വർടൈസ്മെന്റ്സുകളും ഒക്കെ നമുക്ക് വരുന്നതാണ്, നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ബാക്ക് അടിക്കാം. ഈ ഇടതുഭാഗത്ത് നമ്മൾ ഈ ആദ്യമുള്ള ഈ കമ്പോസ്, ഇതാണ് നമുക്ക് മെയിലിൽ ഒരാൾക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. കമ്പോസ്, നമ്മൾ കമ്പോസ് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇതേമാതിരി ഒരു വിൻഡോ വരും. ഇതിൽ നമ്മൾ ടൂവിൻ്റെ അവിടെ ഗൂഗിൾ അക്കൗണ്ട് ഐ ഡി, ഇപ്പോൾ ജിമെയിൽ ഐ ഡി, ആരുടെ ആണെങ്കിലും ഒരു ജിമെയിൽ ഐ ഡി നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ സബ്ജക്റ്റ് അടിക്കാം, എന്താണ് മെയിലിന്റെ ഉള്ളടക്കം. ആ സബ്ജക്റ്റുകൾ നമ്മൾ അടിക്കുന്നു. ഇവിടെ നമ്മൾ ബോഡി അടിക്കുന്നു. ബോഡി അടിക്കിയിട്ട് നമുക്ക് സെൻഡ് കൊടുക്കാം. അതല്ലാതെ അതിനൊപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ വിവിധ തരം ഓപ്ഷനുകൾ ഇവിടെയുണ്ട്. നമുക്ക് വേണമെങ്കിൽ ലിങ്ക് ഫയലുകൾ അറ്റാച്ച് ചെയ്യാം. എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഒരു PDF ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഒരു PPT സ്ലൈഡ് വേറൊരു ഐ ഡിക്ക് അയക്കണമെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് അറ്റാച്ച് ചെയ്യാം. ഓക്കെ, അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വല്ല ലിങ്കുകൾ, വല്ല വെബ്സൈറ്റിന്റെ ലിങ്കുകളായിട്ട് തന്നെ പറഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ ആ ലിങ്കിലേക്ക് പോകുന്ന മാതിരി തന്നെ ആയിട്ട് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള നിരവധി ഓപ്ഷനുകൾ ഇതിലുള്ളതാണ്. ഓക്കെ, എന്നിട്ട് നമുക്ക് അവസാനം സെൻഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ മെയിൽ സെൻഡ് ആവുന്നതാണ്. സ്റ്റാർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വന്ന മെയിലുകൾ നമ്മൾ ഈ സ്റ്റാർ ഓപ്ഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റാർ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ആ മെയിലിനെ ഹൈലൈറ്റ് ചെയ്തു അല്ലെങ്കിൽ മാർക്ക് ചെയ്തു എന്നാണ് അതിനർത്ഥം. ഞാനിപ്പോൾ സ്റ്റാർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ ഞാൻ ഈ മെയിലിനെ മാർക്ക് ചെയ്തു. ഇനി ഞാൻ സ്റ്റാർഡിലേക്ക് പോയാൽ ഈ മെയിൽ സ്റ്റാർഡിൽ ഉണ്ടാവും. പക്ഷെ സ്റ്റാർഡിൽ നേരത്തെ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ സ്റ്റാർഡിൽ പോയാൽ ഒരു മെയിലുകളും ഉണ്ടാവില്ല. ഓക്കെ, നമ്മൾ വരുന്ന നിരവധി മെയിലുകൾ ഇനി നമ്മൾക്ക് വരും. നമ്മളൊരു ഗൂഗിൾ അക്കൗണ്ട് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്താൽ മാത്രം മതി, ഡെയിലി നിരവധി മെയിലുകൾ വരും. അപ്പോൾ അതിന് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് സ്റ്റാർഡ്. ഓക്കെ, അതേമാതിരി സ്നൂസ്ഡ് പറഞ്ഞാൽ ഒന്നുമില്ല, ടൈം ബേസ്ഡ് ആയിട്ടുള്ള മെയിലുകൾ. നമ്മൾ ചില മെയിലുകൾ നമ്മളിപ്പോ സ്കെഡ്യൂൾ ചെയ്ത് വെക്കാനൊക്കെ നമുക്ക് ഇതിൽ സാധിക്കുന്നതാണ്. ഒരു മെയിൽ സ്കെഡ്യൂൾ ചെയ്ത് സെൻഡ് ചെയ്യാൻ, ഇപ്പൊ സെൻഡ് ചെയ്യേണ്ട, രാത്രി ഒരു 10 മണിക്ക് സെൻഡ് ചെയ്താൽ മതി എന്നൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയിട്ടുള്ള ഓപ്ഷനുകളും എല്ലാം നമ്മൾ ഏതൊക്കെ സെൻഡ് ചെയ്തു എന്ന് കാണിക്കാനുള്ളത് സെൻഡ് എന്നുള്ള ഇതിലുണ്ട്. ഡ്രാഫ്റ്റ്സ് നമ്മൾ സെൻഡ് ചെയ്തിട്ടില്ല, നമ്മൾ പക്ഷെ മെയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മെയിൽ ക്രിയേറ്റ് ചെയ്തിട്ട് സെൻഡ് ബട്ടൺ അമർത്തിയിട്ടില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ ഡ്രാഫ്റ്റിൽ സേവ് ആയി കിടക്കും. ഓക്കെ, അതേമാതിരി കുറെ ഓപ്ഷനുകൾ ഉള്ളതാണ്. ഈ മീറ്റിംഗ് ഒക്കെ ഗൂഗിൾ മീറ്റിങ്ങിനും ഒക്കെ എല്ലാ ഗൂഗിൾ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് എല്ലാത്തിലും മീറ്റും ജിമെയിലും ഒക്കെ ആയിട്ട് ഇന്റഗ്രേറ്റഡ് ആയിട്ട് ഉണ്ടാവും. ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് വേറെ ആപ്ലിക്കേഷനിലേക്ക് പോകാനുള്ള ഇതും നമ്മൾക്ക് ഉണ്ടാവും. ഇവിടെ ഗൂഗിൾ കലണ്ടേഴ്സ് ഉണ്ട്. അങ്ങനെ നമുക്ക് ഓരോ ആപ്ലിക്കേഷന്റെ ലിങ്കുകളും ഒരു ആപ്ലിക്കേഷന്റെ ഉള്ളിൽ കാണാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ജിമെയിലിന്റെ എങ്ങനെയാണ് നമുക്കൊന്ന് സെറ്റ് ചെയ്യാൻ പറ്റുന്ന, ജിമെയിൽ എങ്ങനെയാണ് നമുക്ക് സെറ്റ് ചെയ്യാന്നുള്ള ഒരു ഇതാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ഇനി നമുക്ക് അടുത്ത മെയിൻ ആയിട്ട് വേണ്ടത് നമ്മൾക്ക് ഗൂഗിൾ മീറ്റാണ്. ഓക്കെ, അപ്പൊ ഗൂഗിൾ മീറ്റ് നമ്മൾ ഇതേമാതിരി നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മൾ മീറ്റ് നടിച്ചു. ഓക്കെ, എൻ്റെ അക്കൗണ്ട് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാധാ അക്കൗണ്ട് ആണ്. അതുകൊണ്ട് തന്നെ സാധാ അക്കൗണ്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 100 പേരെ മാത്രമേ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ പർട്ടിക്കുലർ ഇതിലേക്ക് 100 പേരെ മാത്രമേ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ ഇപ്പോ നമ്മൾ വേറെ വല്ല അഡ്വാൻസ്ഡ്, ഞാൻ പറഞ്ഞ മാതിരി ബിസിനസ് അക്കൗണ്ടോ വല്ലതുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിൽ നമുക്ക് 250 അത്രയാണെന്ന് തോന്നുന്നു, 250 ആൾക്കാരെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ സപ്പോർട്ട് അടിച്ചു കൊടുത്താൽ ഇതിന്റെ എന്തൊക്കെയാണെന്നുള്ള ട്യൂട്ടോറിയലുകൾ കാണാം. അങ്ങനെയുള്ള ഫീഡ്ബാക്ക് വേണമെങ്കിൽ അടിച്ചു കൊടുക്കാം, എങ്ങനെ ആപ്ലിക്കേഷൻ ഉള്ളതെന്ന്. ഒരു കാര്യം മനസ്സിലാക്കണം, ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു മീറ്റിൽ നിങ്ങൾക്കൊരു പർട്ടിക്കുലർ മീറ്റ് നിങ്ങൾക്ക് ഹോസ്റ്റ് ചെയ്തിട്ട് ഓൺലൈനായിട്ട് ഇതേമാതിരി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് നിങ്ങൾക്കൊരു ഗൂഗിൾ അക്കൗണ്ട് അനിവാര്യമാണ്. ഓക്കെ,
ഇതിൽ രണ്ടെണ്ണം ഉണ്ട്. ന്യൂ മീറ്റിംഗ് ഉണ്ട്, എൻ്റർ എ കോഡ് ഓർ ലിങ്ക് ഉണ്ട്. ഇത് നമ്മൾ പുതിയൊരു മീറ്റിംഗ് നമ്മൾ സെറ്റ് ചെയ്യുന്നു. എൻ്റർ എ കോഡ് ഓർ ലിങ്ക് നമ്മൾ ഓൾറെഡി ഇപ്പോൾ നമ്മളെല്ലാവരും ജോയിൻ ചെയ്ത മാതിരി ഒരു ലിങ്ക് ഒരാൾ ഉണ്ടാക്കുന്നു. ആ ലിങ്ക് നമ്മളവിടെ ഈ ലിങ്ക് അടിച്ചു കൊടുത്ത് നമ്മൾ ജോയിൻ അടിച്ചു കൊടുത്താൽ നമ്മളെല്ലാവരും അതിൽ ഓഡിയൻസ് ആയിട്ട് ജോയിൻ ചെയ്യുന്നു. ലിങ്ക് ക്രിയേറ്റ് ചെയ്ത ആള് ബൈ ഡിഫോൾട്ട് പ്രസന്റർ അല്ലെങ്കിൽ ബൈ ഡിഫോൾട്ട് ഒരു മെയിൻ ഹെഡ് ആയിട്ട് ജോയിൻ ചെയ്യുന്നു. ഓക്കെ, പിന്നെ നമ്മൾ ഈ ന്യൂ മീറ്റിംഗ് നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ, നേരത്തെ നമ്മൾ ഗൂഗിൾ അക്കൗണ്ട് ഇവിടെ ലോഗിൻ ചെയ്തിട്ടില്ലെങ്കിൽ ന്യൂ മീറ്റിംഗ് അടിച്ചു കൊടുക്കുമ്പോൾ ലോഗിൻ ടു യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് യൂസർ നെയിമും പാസ്വേഡും അടിക്കാനുള്ള ഒരു ഫീൽഡ് വരും. ഇപ്പോൾ നമ്മൾ ഗൂഗിൾ അക്കൗണ്ട് ലോഗിൻ ചെയ്തത് കൊണ്ട് ഇനി എന്ത് കാര്യം നമ്മൾ ഗൂഗിളിന്റെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഈ ഗൂഗിൾ അക്കൗണ്ട് അസോസിയേറ്റ് ചെയ്തിട്ടായിരിക്കും ഈ ആപ്ലിക്കേഷനുകളൊക്കെ നമുക്ക് വരുന്നത്. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗൂഗിളിനെ സംബന്ധിച്ചിടത്തോളം ഗൂഗിൾ നിങ്ങൾ ലോഗ് ഔട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു അക്കൗണ്ടിന്റെ സെഷൻ എന്ന് പറയും. സെഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലൈവായിട്ട് ആ അക്കൗണ്ടിൽ ഇപ്പോൾ ഉണ്ട്. ഓക്കെ, ലോഗ് ഔട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ആ സെഷൻ അങ്ങനെ തന്നെ കിടക്കും. എന്ന് വെച്ചാൽ അടുത്ത തവണ ഞാൻ പോയി ജിമെയിൽ എന്ന് ഞാൻ അടിച്ചു കൊടുത്താൽ, അടുത്ത തവണ ഞാൻ വെറുതെ പോയി ജിമെയിൽ എന്ന് അടിച്ചു കൊടുത്താൽ ഡയറക്റ്റ് ആയിട്ട് ഈ മല്ലിക പല്ലാവൂർ എന്നുള്ള ഈ എൻ്റെ അക്കൗണ്ടിലേക്ക് കയറും. അപ്പോൾ ഒരു സിസ്റ്റം നിരവധി പേര് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം, ഗൂഗിൾ അക്കൗണ്ട് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലോഗ് ഔട്ട് ചെയ്യണം എന്ന് ഉറപ്പുവരുത്തുക. കാരണം അത് ആ ഒരു പ്രശ്നം കാരണം നിരവധി പ്രശ്നങ്ങൾ നമ്മൾ കണ്ടുവരുന്നതാണ് ദിവസവും. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് ആൻഡ് ഇൻസ്റ്റന്റ് മീറ്റിംഗ് നമ്മൾ കൊടുക്കുന്നില്ല. ആദ്യം നമുക്കൊരു ലിങ്ക് വേണം, നമുക്കൊരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യണം. കാരണം വേറെ ആൾക്കാരെ ജോയിൻ ചെയ്യണമെങ്കിൽ നമുക്കൊരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ഗെറ്റ് എ മീറ്റിംഗ് ലിങ്ക് ടു ഷെയർ എന്ന് അടിച്ചു കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മളുടെ ലിങ്ക്, ഇതാണ് നമ്മളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള മീറ്റിംഗ്. ഈ മീറ്റിംഗ് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കും കിട്ടിയത് ഇങ്ങനത്തെ ഒരു ലിങ്കാണ്. ഇങ്ങനത്തെ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നിന്നാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേമാതിരി ലാപ്ടോപ്പിൽ നിന്നും ആവാം. പക്ഷേ ഫോണിൽ കുറെ പരിമിതികളുണ്ട്. ലിങ്ക് ഗൂഗിൾ വെച്ച് ഗൂഗിൾ മീറ്റിൽ ഫോണിൽ കുറെ പരിമിതികളുണ്ട്. രണ്ടും വേറെ വേറെ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് എല്ലാവരും സിസ്റ്റത്തിൽ തന്നെ കമ്പ്യൂട്ടറിൽ തന്നെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് കോപ്പി ചെയ്യണം. അപ്പൊ ഇവിടെ കണ്ട ഇത് കോപ്പിയുടെ ഒരു ഐക്കണാണ്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡിഫോൾട്ട് ആയിട്ട് കോപ്പി ആവും. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫോൾട്ട് ആയിട്ട് കണ്ടോ കോപ്പീഡ് മീറ്റിംഗ് ലിങ്ക്. ഇപ്പൊ ക്ലിക്ക് ചെയ്തപ്പോൾ ഇത് ഡിഫോൾട്ട് ആയിട്ട് കോപ്പി ആയി. ഇനി നമുക്കിത് വേണ്ട, നമുക്കിത് ക്ലോസ് ചെയ്യാം. അപ്പൊ നമ്മളുടെ ഒരു ലിങ്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഒരു പ്രൈവറ്റ് ലിങ്ക് ക്രിയേറ്റ് ചെയ്തു. ഇനി ആ ലിങ്കിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാണ് ആവശ്യം. അപ്പൊ നമ്മളിവിടെ അതിനെ പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ അതിനെ പേസ്റ്റ് ചെയ്തു. ഇതിന് google.com/ അങ്ങനെ വേണമെന്നൊന്നുമില്ല. ജസ്റ്റ് ഈ അവസാനത്തെ ഇത് മാത്രം മതിയാവും. ഓക്കെ, പക്ഷെ google.com ഇങ്ങനെ പേസ്റ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ ജോയിൻ കൊടുക്കുന്നു. ജോയിൻ കൊടുത്ത വോയിസ് പോയല്ലോ.
സർ ഒന്നും കേൾക്കുന്നില്ല. രാംജി ഇത് കേൾക്കണില്ല കേട്ടോ. ഇവിടെ ഒരു സർ 20-30 ഒന്നും സെക്കൻഡ്സ് ഒക്കെ കേൾക്കുന്നില്ല. ഒരു ബ്ലാക്ക് സ്ക്രീൻ മാത്രമേ ഉള്ളൂ. സാറത് റീജോയിൻ ചെയ്യാനുള്ള ശ്രമത്തിലാണ്, അതുകൊണ്ടായിരിക്കും. ഇല്ല, കേൾക്കണില്ല എപ്പോഴും. കേൾക്കുന്നില്ല സാർ. രാംജി ഒന്നുകൂടെ ലോഗിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സാറിന് കണക്ഷൻ പോയതാവും അല്ലേ? ഇപ്പൊ ക്ലിയർ ചെയ്യും, ഇപ്പൊ ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. കേൾക്കുന്നില്ല സർ. സാറേ ഒന്നും കേൾക്കണില്ലല്ലോ. സാർ റെഡിയായി വരുന്നേ ഉള്ളൂ. ഓക്കെ. ഹലോ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? സാറിന് കണക്ഷൻ പോയ പോലെ തോന്നുന്നു. ഹലോ, ഇപ്പൊ കേൾക്കാം. രാംജി കേൾക്കാം, സംസാരിച്ചോളൂ. ഓക്കെ. അത് കണക്ഷന്റെ ചെറിയൊരു പ്രോബ്ലം ആണ്. ഓക്കെ. മാത്രമല്ല, ഞാൻ ഇപ്പോ ഒരു പരിമിതി കൂടി നമ്മൾക്കുണ്ട്. എന്താന്ന് വെച്ചാൽ, ഒരു സിസ്റ്റത്തിൽ നമ്മളിപ്പോൾ 2 ഗൂഗിൾ മീറ്റുകൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും ഉപയോഗിക്കുന്നത് ഒരേ മൈക്രോഫോണും ഒരേ ക്യാമറയുമാണ്. ഓക്കെ. അത് കാരണം അതിന്റെയും ചില പരിമിതികൾ വരാം. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഞാനിപ്പോ അവിടെ ആദ്യത്തെ മീറ്റിംഗ് ഞാൻ ലോഗ് ഔട്ട് ചെയ്തു. വേണമെങ്കിൽ എനിക്ക് റീജോയിൻ എന്ന് കൊടുക്കാം. ഞാൻ റീജോയിൻ കൊടുത്തു. എന്നിട്ട് ക്യാമറ ഞാൻ ഓഫ് ചെയ്തു. ഓക്കെ. സൗണ്ട് ഞാൻ ഓഫ് ചെയ്യുന്നില്ല, കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ചിലപ്പോൾ എൻ്റെ ഈ സൗണ്ട് ചിലപ്പോൾ ഓഫ് ആയിരിക്കും. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സൗണ്ടും ചിലപ്പോൾ ഓഫ് ആവാം. അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. ഓക്കെ. ജോയിൻ നൗ നമ്മൾ കൊടുക്കുന്നു. ജോയിൻ നൗ കൊടുത്തപ്പോൾ ഡിഫോൾട്ട് ആയിട്ട് നിങ്ങളിപ്പോൾ എല്ലാവരും ഇങ്ങനെയാണ്. ഈ ജോയിൻ നൗവിലാണ് നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കുകയാണ് ഡിഫോൾട്ട് ആയിട്ട്. ഓക്കെ. ഡിഫോൾട്ട് ആയിട്ട് ജോയിൻ ചെയ്തിരിക്കുകയാണ്. പാർട്ടിസിപ്പന്റുകളെ കാണണമെങ്കിൽ ഈ ആദ്യത്തെ ഐക്കൺ, ഈ മനുഷ്യന്മാരുടെ ഈ ഒരു ഐക്കൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാർട്ടിസിപ്പന്റുകളെ നിങ്ങൾക്ക് കാണാം. ഓക്കെ. പാർട്ടിസിപ്പന്റുകളെ നിങ്ങൾക്ക് കാണാം. പിന്നെ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യണമെങ്കിൽ ഇതേമാതിരി ഇവിടെ പോയി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് മെസ്സേജ് വേണമെങ്കിലും ഇവിടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. അത് എല്ലാവർക്കും കാണും. ഓക്കെ. എല്ലാവർക്കും നിങ്ങൾക്ക് ഈ ചാറ്റ് ചെയ്ത മെസ്സേജുകൾ കാണാം. ഓക്കെ. പിന്നെ നമ്മൾക്ക് വേണമെങ്കിൽ ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു. നമ്മൾ നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം ചിലപ്പോൾ ഞാൻ സംസാരിക്കുന്ന ചില ഭാഗങ്ങൾ നിങ്ങൾക്ക് കേട്ടുവന്ന് വരില്ല. അതിന് നല്ല കാര്യം ഒരു ക്യാപ്ഷൻ നമ്മൾ ടേൺ ഓൺ ചെയ്യണതാണ്. ക്യാപ്ഷൻ ടേൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് സംസാരിക്കുമ്പോഴും, എസ്പെഷ്യലി ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ അത് ഇവിടെ എഴുതി കാണിക്കും. ഓക്കെ. നമ്മൾ ക്യാപ്ഷൻ ടേൺ ഓൺ ചെയ്തു. ഹലോ എന്ന് ഞാനിപ്പോ പറഞ്ഞാൽ ഇവിടെ ഹലോ എന്ന് വരും. കണ്ടോ? ഓക്കെ.
ബാക്കിയുള്ളതൊക്കെ ജസ്റ്റ് ഇംഗ്ലീഷ് ജസ്റ്റ് അവരൊന്ന് പ്രിഡിക്റ്റ് ചെയ്ത് നോക്കുകയാണ്. നമ്മൾ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ നമ്മൾക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതിനായി അവർ ഇംഗ്ലീഷിന്റെ സാമ്യമുള്ള വേർഡുകളായിട്ട് അവർ മാറ്റി. ഓക്കെ, നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ലൈക്ക് ഇഫ് യു ആർ ടോക്കിംഗ് ഇൻ ഇംഗ്ലീഷ് ദെൻ ഇറ്റ് വിൽ കറക്റ്റ് ആയിട്ട് വന്നു. അതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നത് നല്ലൊരു ഫീച്ചറാണ്. ടേൺ ഓഫ് ഓപ്ഷൻ, ടേൺ ഓഫ് ക്യാപ്ഷൻ. ഇപ്പൊ നമ്മൾ ക്യാപ്ഷൻ ടേൺ ഓൺ ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇനി അത് ടേൺ ഓഫ് ചെയ്യുന്നു. ടേൺ ഓഫ് ചെയ്താൽ ക്യാപ്ഷൻ പോയി കിട്ടും. ഓക്കെ, അപ്പൊ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ ഇതേമാതിരി ചിലവർക്ക് വോയിസ് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടാവില്ല. എല്ലാ നെറ്റ്വർക്കിന്റെ ഒരു പ്രശ്നമായിരിക്കും. നമ്മളെല്ലാവരും ഒരു നെറ്റ്വർക്കിലല്ല ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്, പലരും പല സ്ഥലങ്ങളിൽ നിന്ന് ചെയ്യുന്നതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് വരാം. അതിന് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ ടേൺ ഓഫ് ഓൺ ക്യാപ്ഷനും ടേൺ ഓഫ് ക്യാപ്ഷൻസും. ഇപ്പൊ ഞാൻ ഇപ്പൊ പ്രസന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പ്രസന്റ് ചെയ്യുന്നത് കൊണ്ട് ഇവിടെ ഈ പ്രസന്റ് നൗ എന്ന് നമ്മൾ കേൾക്കുന്നില്ല സർ. രാംജി വീണ്ടും വോയിസ് പോയി. ഹലോ ഹലോ ഇപ്പൊ കേൾക്കാം സാറേ. കേൾക്കുന്നില്ല സർ. ഹലോ, ഒന്നും കേൾക്കുന്നില്ലല്ലോ. ഹലോ ഹലോ ഹലോ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാം. അപ്പോൾ ഈ മീറ്റിംഗിൽ നമ്മൾ എങ്ങനെയാണ് ശരിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ പറ്റുന്നവര് ചാറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്താൽ മതി. കാരണം കുറെ വീഡിയോകളുണ്ട്, കുറെ വോയിസുകളുണ്ട്. അപ്പൊ ചിലവര് പറയുന്നത് ചിലവർക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ടേ ചിലപ്പോൾ കേൾക്കുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോ അതേമാതിരി നമ്മൾ റീജോയിൻ ഒന്നും കൂടി കൊടുത്തു. അത് നമ്മൾ കണക്ഷൻ ലോസ് ആയി അല്ലെങ്കിൽ രാംജി വീണ്ടും വോയിസ് പോയിട്ടോ.
ഹലോ, കേൾക്കാവോ? ഇപ്പൊ കേൾക്കാം. അപ്പോൾ അങ്ങനെയാണ്. ഈ എൻറ്റയർ സ്ക്രീൻ അടിച്ചു കഴിഞ്ഞാൽ ഫുൾ സ്ക്രീൻ, കമ്പ്യൂട്ടറിന്റെ എല്ലാ സ്ക്രീനുകളും എല്ലാവർക്കും കാണാൻ പറ്റും. വിൻഡോ അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ വിൻഡോ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. വേറെ വിൻഡോ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഞാൻ വേറെ വിൻഡോ എടുത്താലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ലൈക്ക് നമ്മൾ ഈ PPT ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ PPT മാത്രമേ വേറെ ഉള്ളവർക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ ക്രോം ടാബ്, ഈ ഒരു ക്രോം ടാബ്, ഒരു ടാബ് പറഞ്ഞാൽ ഇതെല്ലാം ഓരോ ടാബുകളാണ്. ഈ ഗൂഗിൾ, ഈ അക്കൗണ്ട്, ഇതെല്ലാം ഓരോ ടാബുകളാണ്. ഈ ടാബ് മാത്രമേ, ഒരു പർട്ടിക്കുലർ ടാബ് മാത്രമേ, ഈ ടാബ് മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടാബ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അത് സെറ്റ് ചെയ്യാം നമുക്ക്. അങ്ങനെയുള്ള ഫീച്ചറുകളാണ് ഈ മീറ്റിൽ ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ ഈ 3 കുത്തുള്ളത് സെറ്റിങ്ങുകളാണ്. സെറ്റിങ്ങുകളിൽ ഈ ടേൺ ഓൺ ക്യാപ്ഷൻ, ടേൺ ഓഫ് ക്യാപ്ഷൻ ഇതേ സാധനം തന്നെയാണ്, ചുമ്മാ ഇവിടെ കൊടുത്തു എന്നേ ഉള്ളൂ. ചേഞ്ച് ലേഔട്ട് ഉണ്ട്, ലേഔട്ട് സെറ്റ് ചെയ്യാൻ. അപ്പൊ ഈ ആദ്യത്തെ ലേഔട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈഡ് ബാർ ഇതൊക്കെ ആയിട്ടുള്ള ഒരു ലേഔട്ടാണ് വരുന്നത്. അങ്ങനെ വേറെ വേറെ ലേഔട്ടുകൾ ഉണ്ട്. നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ടൈൽഡ് ലേഔട്ട് ഉണ്ട്. അങ്ങനെ വേറെ വേറെ കുറെ ലേഔട്ട്. ടൈൽഡ് ലേഔട്ട് എന്ന് പറഞ്ഞാൽ ഓരോ യൂസറുകളും അവരുടെ ഓരോ യൂസറുകളുടെയും സ്ക്രീനുകൾ ചെറുതായിട്ട് ഇങ്ങനെ ബോക്സ് ആയിട്ട് വരും. ഏകദേശം ഇതുമാതിരി. ഓക്കെ, ഇതുമാതിരി ഫുൾ ആയിട്ട് വരും. ഓക്കെ, ഇതുമാതിരി ഫുൾ ആയിട്ട് വരും. ഇപ്പോ എൻ്റെ വേറെ യൂസർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ടൈൽഡ് ലേഔട്ട് ഒന്നും ഇതിൽ ഇപ്പൊ കറന്റ്ലി ഇതിന് ബാധകമല്ല. വേറെ ആരും മീറ്റിംഗിൽ ജോയിൻ ചെയ്യാത്തത് കൊണ്ട് ഇതിൽ ബാധകമല്ല. ഓക്കെ, പിന്നെ അതേമാതിരി ഫുൾ സ്ക്രീൻ ഉണ്ട്. ഫുൾ സ്ക്രീൻ അടിച്ചു കഴിഞ്ഞാൽ ഇത് മൊത്തം ഫുൾ സ്ക്രീൻ ആവും. ഓക്കെ, ഈ താഴത്തെ ടാബും ഈ മുകളിലത്തെ ടാബുകളൊന്നും കാണില്ല. ഇനി എന്തെങ്കിലും പ്രോബ്ലം ഇപ്പോ ഗൂഗിൾ മീറ്റിൽ തന്നെ ഇപ്പൊ ഏതെങ്കിലും അക്കൗണ്ടുകൾ, നിങ്ങളുടെ അക്കൗണ്ട് ഹൈജാക്ക് ചെയ്തു, അങ്ങനെയുള്ള പ്രോബ്ലം ഒക്കെ, അങ്ങനെയുള്ള, അല്ലെങ്കിൽ ഇപ്പോ നിങ്ങൾക്ക് വിചാരിച്ച മാതിരി നിങ്ങൾക്ക് ഒരു സെറ്റിംഗ് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ആ സെറ്റിംഗ് വർക്ക് ആവുന്നില്ല, അങ്ങനെയുള്ള കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് റിപ്പോർട്ട് പ്രോബ്ലം കൊടുക്കാം. ഓക്കെ, പിന്നെ ആരെങ്കിലും ഇപ്പോൾ ഗൂഗിൾ മീറ്റിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് വെച്ചിട്ട് നിങ്ങളെ എന്തെങ്കിലും അബ്യൂസ് ചെയ്യോ അങ്ങനെ വല്ല കാര്യമുണ്ടെങ്കിൽ ഇതൊക്കെ ലീഗൽ ഫോർമാലിറ്റീസ് ആണ്. റിപ്പോർട്ട് അബ്യൂസ് എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് അത് റിപ്പോർട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ ഈ ഹെൽപ്പ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ മീറ്റിംഗ് ഒരിക്കൽ നിങ്ങൾ കയറി, ഇനി ഈ മീറ്റിംഗിന്റെ ലിങ്ക് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോ നമ്മൾക്ക് സുമേഷ് ജി ആരോ നമുക്കിപ്പോ വാട്സപ്പ് അല്ല, ഈ ചാറ്റിൽ തന്നെ ഒരു ലിങ്ക് സെൻഡ് ചെയ്ത് തന്ന മാതിരി ഈ മീറ്റിംഗിന്റെ തന്നെ ലിങ്ക് വേറെവർക്ക് സെൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ മീറ്റിംഗ് ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുന്നു. ഇതാണ് നമ്മളുടെ ലിങ്ക്. ഓക്കെ, ഇതാണ് നമ്മളുടെ ലിങ്ക്. ഈ ലിങ്ക് നമ്മൾ കോപ്പി ജോയിനിങ് ഇൻഫോ കൊടുക്കുന്നു. അത് കോപ്പിയായി നമ്മൾ ചാറ്റിൽ പോകുന്നു. ചാറ്റിൽ പോയിട്ട് നമ്മൾ ഇവിടെ അത് പേസ്റ്റ് ചെയ്യുന്നു. Ctrl+V അടിച്ചു കൊടുത്താൽ പേസ്റ്റ് ആവും. എൻ്റർ കൊടുത്താൽ ആ ലിങ്ക് എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, മനോജ് സാറിനോട് ഒന്ന് മ്യൂട്ട് ചെയ്യാൻ പറയും. മനോജ് സാർ ഒന്ന് മ്യൂട്ട് ചെയ്ത്. ശരിയായോ? അപ്പൊ ശരിയായോ? ഓക്കെ സാർ, ഓക്കെ സാർ. എന്നെ മ്യൂട്ട് ചെയ്തു കേട്ടോ. ഹലോ, എന്നെ മ്യൂട്ട് ചെയ്യണ്ടേ, അതാണ്. ഓക്കെ, അപ്പോ അങ്ങനെയാണ് നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഞാനിപ്പോൾ ഇതിൽ പ്രസന്റിനോ കൊടുക്കുന്നില്ല. കാരണം ഇപ്പോൾ എൻ്റെ ഈ പരിമിതമായ നെറ്റ്വർക്ക് കണക്ഷനിൽ ഞാൻ ഇപ്പോൾ ഒരു ഗൂഗിൾ മീറ്റ് പ്രസന്റ് ചെയ്യലും വേറെ ഗൂഗിൾ മീറ്റിൽ പ്രസന്റ് ചെയ്താൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം വരുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ പ്രസന്റ് നോ കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് പ്രസന്റ് നോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുമില്ല, 2 ടാബ് വരും. ഒന്ന് വിൻഡോ, ഒന്ന് പിന്നെ എൻറ്റയർ സ്ക്രീൻ. ആ എൻറ്റയർ സ്ക്രീൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ കാണുന്ന മാതിരി എൻറ്റയർ സ്ക്രീൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഡെഫിനറ്റ്ലി ഇത് നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായിട്ട് നിങ്ങൾക്ക് ഈ കാര്യം ഒന്ന് പിടികിട്ടും. ഓക്കെ, ക്യാപ്ഷൻ ഇതാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മൈക്രോഫോൺ ഇടയിൽ വെച്ച് ഓഫ് ചെയ്യാം. ഓക്കെ, ഇതിപ്പോ വീഡിയോ ഇല്ലല്ലോ, ഞാൻ ഇപ്പോൾ ക്യാമറ ഓഫ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്നെ ഇപ്പോൾ കറക്റ്റായിട്ട് കാണാം. ഓക്കെ, ക്യാമറ ഞാൻ ഓഫ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള നല്ല സെറ്റിങ്സ് ഒക്കെ ഉള്ള ഒരു ഇതാണ് ഗൂഗിൾ മീറ്റ് എന്ന് നമുക്ക് വിലയിരുത്താം.
ഇനി നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ്സുകളിൽ ഏറ്റവും കൂടുതൽ ടീച്ചർമാർ ഉപയോഗിച്ച് വരുന്നതാണ് ഗൂഗിൾ മീറ്റ്. ഞാനും പേഴ്സണലി നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഗൂഗിൾ മീറ്റ് ഉപയോഗിക്കണമെന്നാണ്. കാരണം വേറെ സെക്കൻഡറി ആപ്ലിക്കേഷനുകൾ സൂം അതുമാതിരിയുള്ള ആപ്ലിക്കേഷനുകളിലൊക്കെ കുറെ സെക്യൂരിറ്റി ലൂപ്പ് ഹോൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. ഓക്കെ, മാത്രമല്ല നമ്മൾ ഈ സംസാരിക്കുന്ന നമ്മളുടെ ഈ പ്രൈവറ്റ് ആയിട്ടുള്ള ചാറ്റുകളൊന്നും ഇപ്പൊ നമ്മൾ ഈ പ്രൈവറ്റ് ആയിട്ടുള്ള ഈ കോൺഫറൻസിംഗ് ഒന്നും എൻക്രിപ്റ്റഡ് ആവണം എന്നില്ല. എന്ന് വെച്ചാൽ സെക്യൂരിറ്റി ഉണ്ടാവണം എന്നില്ല. സെക്യൂരിറ്റി ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ വേറൊരുത്തന് നമ്മളുടെ ഈ ഇതൊക്കെ കോൺവെർസേഷൻ ഒക്കെ കാണാനോ അങ്ങനെയൊക്കെ പറ്റിയ ഒരു കാലമുണ്ടായിരുന്നു. അത് കാരണം ഞാൻ പറയുന്നത് സൂമിനെയും എല്ലാറ്റിനെയും കാട്ടിലും നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഗൂഗിൾ മീറ്റ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഗൂഗിൾ മീറ്റിനെ കുറിച്ചും പിന്നെ ജിമെയിൽ ഒരു ഗൂഗിൾ അക്കൗണ്ട് തുറക്കുക, ഒരു ജിമെയിൽ അക്കൗണ്ട് ഒക്കെ സെറ്റ് ചെയ്യുക, അതിനെക്കുറിച്ചും പിന്നെ ഇനി 1-2 കാര്യങ്ങൾ കൂടി ജസ്റ്റ് ഒന്ന് വേഗം ഒന്ന് പോയി വരാം. ജിമെയിൽ കഴിഞ്ഞു, പിന്നെ ഗൂഗിൾ ഇമേജസ് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, പക്ഷെ ജസ്റ്റ് ഒന്ന് എല്ലാവർക്കും ഒന്ന് അറിയാൻ കൂടി ഒന്നിനു വേണ്ടി കൂടി പറയുകയാണ്. ഞാനിവിടെ ഇപ്പോൾ എന്തെങ്കിലും എനിക്ക് സെർച്ച് ചെയ്തു, ഞാനിവിടെ ഇന്ത്യ എന്ന് സെർച്ച് ചെയ്തു. ഓക്കെ, എനിക്ക് ഇമേജസ് മാത്രമാണ് കാണേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇതാ ഇന്ത്യ എന്നുള്ള എല്ലാ റിസൾട്ടും നമുക്ക് കിട്ടുന്നുണ്ട്. ന്യൂസ് അങ്ങനെയുള്ള എല്ലാ റിസൾട്ടും കിട്ടും. അല്ലെങ്കിൽ ഇപ്പൊ വാട്ട് ഈസ് മൈ IP എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസും അങ്ങനെയുള്ള കുറെ ഡീറ്റെയിൽസും എല്ലാം കിട്ടും. വാട്ട് ഈസ് ദ വെദർ എന്ന് അടിച്ചു കൊടുത്താൽ, കാരണം നമ്മളുടെ ലൊക്കേഷൻ അടക്കം ഇപ്പോ ഗൂഗിൾ നോക്കുന്നുണ്ട്. ഓക്കെ, കണ്ടോ, എന്റെ ഇവിടെ കണ്ടോ, അതാ പാലക്കാട് കേരള ഫ്രം യുവർ ഇന്റർനെറ്റ് അഡ്രസ്, കണ്ടോ, ലൊക്കേഷൻ അടക്കം നോക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ റെസ്റ്റോറൻറ്റ്സ് നിയർ മീ എന്നൊക്കെ അടിച്ചു കൊടുത്താലൊക്കെ അതിനൊക്കെ കിട്ടും. വാട്ട് ഈസ് മൈ വെദർ, വാട്ട് ഈസ് മൈ ടൈം, അങ്ങനെയുള്ള കുറെ ഫീച്ചറുകൾ ഒരു സെർച്ച് എഞ്ചിൻ എന്നുള്ളതിനുപരി ഗൂഗിളിൽ നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു. മാപ്സിൽ പോയാൽ നമുക്ക് ഗൂഗിൾ മാപ്സിൽ എന്തൊക്കെയാണ് ഇതെന്ന് നമുക്ക് കാണാൻ പറ്റും. അടിച്ചു കൊടുത്തതിന്റെ റിസൾട്ടുകൾ, ഓക്കെ, അടിച്ചു കൊടുത്തതിന്റെ റിസൾട്ടുകൾ നമുക്ക് ഇങ്ങനെ മാറ്റി നമുക്ക് കാണാം. ഗൂഗിൾ ഇമേജസ് അടിച്ചു കൊടുത്താൽ നമുക്ക് ഇമേജുകൾ എന്താണ് ഈ കറക്റ്റ് നമ്മൾ അടിച്ചു കൊടുത്തതിന്റെ ഇമേജ് എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, പിന്നെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ആണ് വേറൊരു നമുക്ക് ഏറ്റവും കൂടുതൽ ഫലപ്രദമാവുന്ന ഒരു കാര്യം. കുറെ ലിപികൾ ഇപ്പോൾ കുറെ ലാംഗ്വേജിൽ നമുക്ക് കിട്ടുന്നു. ഓക്കെ, കുറെ ലിപികൾ കുറെ ലാംഗ്വേജുകൾ എന്നൊക്കെ നമുക്ക് കിട്ടുന്നു. നമ്മൾക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ചിട്ട് ഇതിപ്പോ ഞാൻ ഇന്ത്യ എന്ന് അടിച്ചു കൊടുത്തു. എന്റെ നെറ്റ് ഇപ്പോൾ മാറി വരുന്നതുകൊണ്ട് ലോഡ് ആവാൻ കുറച്ച് താമസിച്ചു എന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ട്രാൻസ്ലേറ്റ് എന്ന് അടിച്ചു, എന്നിട്ട് ഓൾ അടിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ അതിന്റെ ഇമേജുകൾ മാത്രമേ വരുള്ളൂ. ഈ ഓൾ സെലക്ട് ചെയ്തപ്പോൾ ഇത് ഇവിടെ നമുക്ക് ഒരു ലാംഗ്വേജ് അടിച്ചു കൊടുത്താൽ തന്നെത്താൻ ഡിറ്റക്റ്റ് ആവും. എന്നിട്ട് അതിനെ ഇംഗ്ലീഷിലേക്കോ ഇതിലേക്ക് വേണമെങ്കിലും മാറ്റാം. ഓക്കെ, ഇപ്പൊ ഞാൻ ഇവിടെ ഇംഗ്ലീഷിൽ ഇപ്പോൾ ഇവിടെ ഗുഡ് മോർണിംഗ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ശുഭപ്രഭാതം എന്ന് വരും. അത് നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് കോപ്പി ചെയ്യാം. വേണമെങ്കിൽ ഗുഡ് മോർണിംഗ് എന്നുള്ളത് വേണമെങ്കിൽ എങ്ങനെയാണ് അത് സംസാരിക്കുന്നതെന്ന് നമുക്ക് അടിച്ചു കൊടുത്താൽ കിട്ടും. അതേമാതിരി നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. മാത്രമല്ല ഇവിടെ ഇപ്പോൾ നമ്മൾക്ക് ഈ മൈക്രോഫോൺ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെ സ്പീക്ക് ചെയ്യാം. എന്താണ് നമ്മൾ ഉദ്ദേശിച്ച വേർഡ്, ഇപ്പൊ ഇംഗ്ലീഷിലോ ഏതിൽ വേണമെങ്കിൽ നമുക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതിവിടെ ഏത് ലാംഗ്വേജ് ആണെന്ന് ഡിറ്റക്ട് ചെയ്ത് ഇവിടെ നമ്മൾ ഏത് ലാംഗ്വേജ് ആണോ സെലക്ട് ചെയ്തിരിക്കുന്നത് ആ ലാംഗ്വേജിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ആവും. ഓക്കെ, ഇതൊക്കെ വളരെ നിങ്ങൾ ഡെയിലി യൂസിന് നിങ്ങൾക്ക് ആവശ്യം വരുന്ന കാര്യങ്ങളാണ്. ഇതേമാതിരി കുറെ യൂട്ടിലിറ്റീസ് ഗൂഗിളിന്റെ അവൈലബിൾ ആണ്. ഓക്കെ, പിന്നെ അവസാനം നമ്മളിപ്പോൾ നോക്കിയ ഗൂഗിൾ മീറ്റ് ആണ്. ഗൂഗിൾ മീറ്റിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഏതൊരു പ്രസന്റേഷൻ നിങ്ങൾ തുടങ്ങുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ് എത്ര നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്നത്. ഓക്കെ, ചിലപ്പോൾ ഓർഗനൈസർ അടക്കം ചിലപ്പോൾ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ചിലപ്പോൾ കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 100 എന്നുള്ള പരിധിയിൽ നിന്ന് കൂടിയിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ആഡ് ആവാൻ പറ്റില്ല. അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ നമ്മൾക്ക് വരുന്നതാണ്. പിന്നെ മീറ്റിംഗ് ലിങ്ക് ഒക്കെ എല്ലാവർക്കും കറക്റ്റായിട്ട് നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മീറ്റിംഗ് റിവോക്ക് ചെയ്താൽ ഇപ്പോൾ ഒരു മീറ്റിംഗ് ലിങ്ക് വേണമെങ്കിൽ നമുക്ക് അതിനെ കളയാനും പറ്റുമല്ലോ. അത് ഉപയോഗിക്കുന്നില്ല. പുതിയ മീറ്റിംഗ് ലിങ്ക് ആണെങ്കിൽ പുതിയ മീറ്റിംഗ് ലിങ്ക് ഒക്കെ നമ്മൾ മാറ്റി കൊടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബേസിക്കലി നമ്മൾ നോക്കേണ്ടതാണ്. എങ്ങനെയാണ് ഗൂഗിൾ മീറ്റിൽ ഇപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഗൂഗിൾ മീറ്റിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കി. എങ്ങനെയാണ് ഇതിൽ ഓൺലൈൻ ക്ലാസ്സിന്റെ എറ്റിക്വറ്റ്സ് എന്നുള്ളതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ നോക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു സെഷനിൽ നിങ്ങൾക്ക്
മനസ്സിലായി, കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇല്ലാത്തവർ ഇനി വല്ല ഡൗട്ട് ഉള്ളവർ, ഇനിയുള്ളത് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ആണ്. ഡൗട്ട് ഉള്ളവർക്ക് ഒന്നില്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഡൗട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഡൗട്ട് ചോദിക്കണമായിരിക്കും നല്ലത്. കാരണം പ്രശ്നം വരും എല്ലാവരും സംസാരിക്കുമ്പോൾ. നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. ഇതിൽ ഗൂഗിൾ മീറ്റിൽ അറ്റൻഡൻസ് എടുക്കുന്നതും മീറ്റിംഗ് റെക്കോർഡ് ചെയ്യുന്നതും എങ്ങനെയാണെന്നൊന്ന് പറയാമോ? ഗൂഗിൾ മീറ്റിൽ അറ്റൻഡൻസ് എടുക്കുന്നത് എന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങളാണ് ഒരു ഓൺലൈൻ പ്രസന്റർ എന്ന് വെച്ചോളൂ. നിങ്ങളാണ് ഒരു ഓൺലൈൻ ഞാനിപ്പോൾ പ്രസന്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാനാണ് മീറ്റിംഗ് ഇനീഷ്യേറ്റ് ചെയ്തത് എന്ന് വെച്ചാൽ, ഒരാൾക്ക് അക്കൗണ്ടിലേക്ക് കയറുമ്പോൾ, ഒരാൾ നമ്മളുടെ അക്കൗണ്ടിലേക്ക് ഹലോ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കാം. ഒരാൾ ഒരു അക്കൗണ്ടിലേക്ക് നമ്മളുടെ ഈ മീറ്റിംഗിലേക്ക് കയറി വരുമ്പോൾ അവർ റിക്വസ്റ്റ് ചെയ്യണം. ഓക്കെ, റിക്വസ്റ്റ് ചെയ്യും. അപ്പോൾ അവർ ഇവിടേക്ക് കയറി വരുമ്പോൾ നമുക്കൊരു അലർട്ട് വരും. ഈ പർട്ടിക്കുലർ അക്കൗണ്ട് ഈസ് ട്രൈയിങ് ടു ജോയിൻ എന്ന്. ഓക്കെ, ആ അലർട്ട് വരും. അത് നമ്മൾ ജോയിൻ ചെയ്യാൻ നമ്മൾ ക്ലിക്ക് ചെയ്യണം. അലൗ എന്നുള്ളൊരു ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനെ ആളെ ഈ മീറ്റിംഗിലേക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അറ്റൻഡൻസ് റെക്കോർഡ് ചെയ്യാം. ഹലോ, ഇപ്പൊ കേൾക്കാമോ? കേൾക്കാം. ഒരുപക്ഷെ ആ എന്തെല്ലാം പ്രശ്നമായിരിക്കും. അത് രശ്മി മാഡത്തിന്റെ അവിടെ പ്രശ്നം തോന്നി. ഇവിടെ ക്ലിയർ ആണ്. അത് അവിടത്തെ നെറ്റ് ക്ലിയർ അല്ല തോന്നുന്നു. അപ്പോ സാറേ ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ ക്യാപ്ഷൻ ടേൺ ഓൺ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് വരുമോ, ഇംഗ്ലീഷ് മാത്രമേ വരൂ? ഏതാണ്? അതൊന്ന് ക്ലിയർ ആവുന്നില്ല. ഒന്ന് നിങ്ങൾ ഡൗട്ടുകളൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. കാരണം ചിലപ്പോൾ ഈ നെറ്റ് കണക്ഷൻ കാരണം ഈ ടേൺ ഓൺ ക്യാപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ വരുന്നില്ലേ? ഈ അത് ഇംഗ്ലീഷിലേ വരുള്ളൂ, അത് ഇംഗ്ലീഷിലാണ് ബൈ ഡിഫോൾട്ട്. ടേൺ ഓൺ ക്യാപ്ഷൻസ് കൊടുക്കുമ്പോൾ ഇംഗ്ലീഷിലാണ് ബൈ ഡിഫോൾട്ട് വരുന്നത്. ഓക്കെ, ബൈ ഡിഫോൾട്ട് ഇംഗ്ലീഷിലാണ് വരുന്നത്. മലയാളം കറക്റ്റ് ആയിട്ട് അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നതേ ഉള്ളൂ. മലയാളം ലാംഗ്വേജസ് ഒക്കെ അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, പിന്നെ അപ്പൊ അറ്റൻഡൻസ് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ ഉള്ള സംവിധാനം, ഒരാൾ മീറ്റിംഗിൽ നിന്ന് ലെഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നോട്ടിഫിക്കേഷൻ കാണും. ഇതാ കണ്ടില്ലേ, ഇതേമാതിരി നമുക്ക് നോട്ടിഫിക്കേഷനുകൾ കാണും. ഓക്കെ, അത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഒരാൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇത് ചോദിക്കുകയും വേണം, ഈസ് ട്രൈയിങ് ടു ജോയിൻ എന്ന് ചോദിക്കും. ചിലവർ ലീവ് ചെയ്യുമ്പോൾ ഇതേമാതിരി ഹാസ് ലെഫ്റ്റ് ദ മീറ്റിംഗ് എന്നും പറയും. അങ്ങനെ നിങ്ങൾക്ക് അറ്റൻഡൻസിൽ നോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, നെറ്റ് കണക്ഷൻ എല്ലാവരുടെയും സ്റ്റേബിൾ നെറ്റ് കണക്ഷൻ ആണെങ്കിൽ നമ്മളുടെ സംസാരവും വീഡിയോവും ഒരുമിച്ചായതുകൊണ്ട് നമുക്ക് ഇത് ചെയ്യാൻ കറക്റ്റായിട്ടൊന്ന് ഇത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ വേറൊരു ചെറിയൊരു ഒരു കൈ ടെക്നിക്ക് വെച്ചിട്ട് നമുക്ക് എങ്ങനെ കൂട്ടാന്ന് വെച്ചാൽ, എല്ലാവരും നമ്മൾ വീഡിയോ ഓഫ് ചെയ്ത് വെച്ചാൽ, കാരണം നമ്മളുടെ വീഡിയോ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാൾ നമ്മുടെ ഈ സ്ക്രീൻ ഷെയർ ചെയ്യുന്ന ആൾ മാത്രമേ വോയിസും ഇതും ഓൺ ചെയ്ത് വെച്ചു എന്നുണ്ടെങ്കിൽ അത് ഗൂഗിളിന്റെ സെർവറിന് കുറച്ച് ഇതേ കൊടുക്കുള്ളൂ, കുറച്ച് സ്ട്രെയിനേ കൊടുക്കുള്ളൂ. അത് കാരണം ഈ നെറ്റിന്റെ ഒരു പ്രശ്നം, ഓരോരുത്തർക്കും കൺവേ ചിലപ്പോൾ അങ്ങോട്ട് വരുന്ന നെറ്റിന്റെ പ്രശ്നം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഈസ് ചെയ്യാൻ അത് സാധിക്കും. ഓക്കെ, ജിയോ മീറ്റ് എന്നുള്ളതൊക്കെ നമ്മൾ അത് എല്ലാം ഒരു ഇതിൽ നല്ലതാണ്. പക്ഷെ ഉള്ളതിൽ നമ്മൾ വിവിധ തരം ആപ്ലിക്കേഷനുകൾ ഉണ്ട്. ഇപ്പൊ ജിയോ മീറ്റ് ഉണ്ട്, ഗൂഗിൾ മീറ്റ് ഉണ്ട്, ടീം വ്യൂവർ ഉണ്ട്, അതുമാതിരിയുള്ള വിവിധ തരം ആപ്ലിക്കേഷനുകൾ ഉണ്ട്. പക്ഷെ ഓരോ ആപ്ലിക്കേഷൻ അതിൻ്റെതായ പരിമിതികളുണ്ട്. ഇപ്പൊ അതിലിപ്പോ ഓരോ ആപ്ലിക്കേഷനും ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഒരു ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്യാൻ സെറ്റ് ഓഫ് ടെസ്റ്റേഴ്സിനെ ആദ്യം അവര്
സെറ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് അത് ടെസ്റ്റ് ചെയ്യുന്നത് ഇപ്പൊ നമ്മളുടെ മാതിരി വലിയ വലിയ കോൺഫറൻസുകളൊക്കെ വെച്ചിട്ടാണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അവർ കംപ്ലീറ്റ്ലി ബെസ്റ്റ് ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ ഗൂഗിളിന്റെ ഈ മീറ്റ് എന്ന് വെച്ചിട്ടുള്ളത്. മാത്രമല്ല ഇപ്പൊ ജിയോ മീറ്റിൽ ഇപ്പൊ ഇനി വല്ല സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടോന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, കാരണം ജിയോ ഒരു പ്രൈവറ്റ്, റിലയൻസ് ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. മാത്രമല്ല അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസും ഗൂഗിളിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസും വേറെയാണ്. ജിയോ ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യണ അത്ര എലാബറേറ്റ് ആയിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസിന്റെ ആ പ്രൈവസി പോളിസി ഒന്നും ജിയോ മീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, മാത്രമല്ല ഇപ്പൊ സൂമിന്റെ കാര്യം ഞാൻ പറഞ്ഞു, അതുകൊണ്ട് സൂമിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി എന്ന് വിചാരിച്ചു. കുറെ ഹാക്ക് ചെയ്തിട്ട് ചിലവരൊക്കെ പോണോഗ്രഫി വരെ സൂമിലിട്ട കേസുകൾ നിറയെ ഇന്ത്യയിലടക്കം വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലത് തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർസ് പോണതിൽ നല്ലത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ജിയോയിലേക്ക് പോകുന്നതായിരിക്കും. ഓക്കെ, പിന്നെ വീഡിയോ പ്രസന്റേഷൻ എങ്ങനെ, അത് നമ്മൾ ഇവിടെ ഇപ്പൊ ഞാൻ യു ആർ പ്രസന്റിംഗ് എന്നാണല്ലോ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ പ്രസന്റ് നൗ എന്നാണ് ഇവിടെ കാണുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും. പിന്നെ സ്ക്രീൻ എൻ്റെ ആയിരിക്കും കാണുന്നത് നിങ്ങൾ എല്ലാവർക്കും. ഇപ്പൊ ഞാനിത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നോട്ട് പ്രസന്റിംഗ് ആയിരിക്കും, ഈ സ്ക്രീന് നോട്ട് പ്രസന്റിംഗ് ആയിരിക്കും. ഹൗ ടു ട്രാൻസ്ലേറ്റ് ഹിന്ദി ടു മലയാളം നിങ്ങൾക്ക് ഇത് തന്നെ ഉപയോഗിക്കാം. ഇവിടെ നിങ്ങൾക്ക് ഞാൻ ഇവിടെ നമസ്കാരം അടിച്ചു, ഹിന്ദി ഡിറ്റക്റ്റഡ്. ഇവിടുന്ന് മാറ്റി നിങ്ങൾക്ക് മലയാളം ഇവിടെ തപ്പണം, നോക്കട്ടെ. ഇവിടെ ഇത് ഹായ് എന്നാ വരുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് മാറ്റാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഇംഗ്ലീഷിന്റെ ലിപിയാണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇംഗ്ലീഷിൽ നിങ്ങൾ ഇപ്പോൾ മംഗ്ലീഷ് അടിച്ചു കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഹിന്ദി ഇംഗ്ലീഷിൽ അടിച്ചു കൊടുക്കേണ്ടി വരും. ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. ഏത് വേണമെങ്കിലും കറക്റ്റായിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ആ ഒരു സൗണ്ടിന്റെ ലിപി ഉണ്ട്, ലിപി. പിന്നെ ഒരു മിനിറ്റ്, ഞാൻ രാംജി മുകളിലേക്ക് 2 ക്വസ്റ്റ്യൻ മിസ് ആയിട്ടുണ്ട്. എവിടെയാണത്? അവിടെ ഒരു ലെറ്റർ പാർട്ട് ഇൻസേർട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഉൾപ്പെടുത്തി ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. മുമ്പ് എല്ലാവരും ഉൾപ്പെടുത്തി ഫോട്ടോ എടുക്കാന്ന് ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല. എന്തായിരുന്നു അത്? സ്ക്രീനിന്റെ ആയിരിക്കും ഒരു പക്ഷേ. അപ്പൊ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഫോട്ടോ എടുക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഇത് അവസാനം നമുക്ക് എടുക്കാം. ഞാൻ ഈ പ്രസന്റിങ് ഓഫ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും വീഡിയോ ഓൺ ആക്കി വെച്ചാൽ മതി. വീഡിയോ ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കാം, അത് പ്രശ്നമൊന്നുമില്ല. അത് നമുക്ക് വിൻഡോസ് ആണ് ഉപയോഗിക്കുന്നവർ ആണെങ്കിൽ വിൻഡോസ് കീ പ്ലസ് പ്രിന്റ് സ്ക്രീൻ അടിച്ചാൽ മതി. വിൻഡോസ് ഏതാണ്? അല്ല, മറ്റേ ബ്രൗസ് ചെയ്തോണ്ടിരിക്കല്ലേ, ചോദ്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കല്ലേ രാംജി? കേൾക്കുന്നില്ല സാറേ, എന്താണ് അവിടെ ക്വസ്റ്റ്യൻ? നോക്കിക്കൊണ്ടിരിക്കല്ലേ, താഴേക്ക് നോക്കിക്കൊണ്ടിരിക്കല്ലേ? അതെ. അവിടെ ഒരെണ്ണം മിസ് ആയിട്ടുണ്ട്, ഒരു ലെറ്റർ പാർട്ട് അങ്ങനെ എന്തോ ഞാൻ കണ്ടത്. ലെറ്റർ പാർട്ട് ഇൻസർട്ട് ചെയ്യുന്ന എങ്ങനെ? ലെറ്റർ പാർട്ട് ഞാൻ നോക്കട്ടെ. How can we set a letter part defaultly while composing letter? മനസ്സിലായില്ല അല്ലേ? എനിക്കും ചോദ്യം മനസ്സിലായില്ല. മെയിലില് നമുക്ക് സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ കുറെ സെറ്റിങ്സുകൾ ഉള്ളതാണ്. സെറ്റിംഗ് റാംജി, അത് എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ലെറ്ററിനകത്ത് ചില ഡിഫോൾട്ട് ആയിട്ട് ഇപ്പം പെർമനന്റ്ലി ഇപ്പൊ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ഫ്രം ദ പ്രിൻസിപ്പൽ പിന്നെ വന്നിട്ട് അത് അങ്ങനെയുള്ളതാണ്. അങ്ങനെയാണോ എന്ന് എനിക്കൊരു സംശയം. ഓക്കെ. നമ്മള് സെറ്റിംഗ്സ് എടുത്തു കഴിഞ്ഞാൽ സിയോൾ സെറ്റിംഗ്സ് നിങ്ങൾക്ക് എടുക്കാം. അപ്പൊ കുറെ സെറ്റിംഗ്സുകൾ അതിൽ നിങ്ങൾക്ക് ഇവിടെ ഇതേമാതിരി നിങ്ങൾ അത് മാത്രമല്ല കുറെ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. ഇപ്പൊ ജനറൽ തന്നെ ഇതേമാതിരി കണ്ടില്ലേ, കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്.
ഓക്കെ. കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇമേജസ്, ഗ്രാമർ, സ്പെല്ലിംഗ്, സ്മാർട്ട് കമ്പോസ് ഉണ്ട്, റൈറ്റിംഗ് സജഷൻസും അങ്ങനെയുള്ള, പിന്നെ സ്മാർട്ട് റിപ്ലൈ, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ നോക്ക് തന്നെ കറക്റ്റ് ആയിട്ടൊന്ന് നോക്കുക തന്നെ വേണ്ടി വരും, കാരണം കുറെ കാര്യങ്ങളുള്ളതാണ്. ഓക്കെ. ഇതേമാതിരി വെക്കേഷൻ റെസ്പോണ്ടർ ഉണ്ട്. പറഞ്ഞാൽ നമുക്ക് ഡേ ഒക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു ഡേ നമ്മൾ ഇവിടെ ഉണ്ടാവില്ല. ഓക്കെ. അപ്പൊ നമ്മൾ ആ ഒരു ഇല്ലാത്ത ടൈം നമ്മൾ ഇവിടെ മുതൽ ഇവിടെ ഡേറ്റ് ഫസ്റ്റ് ഡേ മുതൽ ലാസ്റ്റ് ഡേ വരെ സെറ്റ് ചെയ്ത് സബ്ജക്റ്റ് ഒക്കെ വെച്ച് കൊടുത്താൽ ആ ടൈമിൽ മെയിൽ വന്നാൽ റിപ്ലൈ കൊടുക്കുന്ന മാതിരി അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ഇതിൽ ഉപയോഗിക്കാം. ഗൂഗിളില് നമുക്ക് കുറെ കാര്യങ്ങളിൽ നമുക്ക് ഇങ്ങനെ ജിമെയിലിൽ കുറെ കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. അത് നമ്മൾ തന്നെ ട്രൈ ഔട്ട് ചെയ്ത് നോക്കേണ്ടി വരും. അത് കുറെ ഫീച്ചേഴ്സ് ഇതേമാതിരി ഉള്ളതാണ്. ഓക്കെ. എല്ലാവരും അത് ഞാൻ പറഞ്ഞത് ഓരോരുത്തരുടെ ഭാഗത്തും നെറ്റ്വർക്കിന്റെ ഇഷ്യൂസ് ഉണ്ടാവും. അത് കാരണം ആ ഒരു പ്രശ്നം വരും. ഓക്കെ. സാറേ സ്ക്രീൻ പ്രസന്റേഷൻ എങ്ങനെയാണ്? ക്ലിയർ ആണ്. സ്ക്രീൻ എങ്ങനെ പ്രസന്റ് ചെയ്യണമെന്ന് ഇപ്പൊ യു ആർ പ്രസന്റിംഗ് കാണിക്കണം. സ്ക്രീൻ എങ്ങനെ പ്രസന്റ് ചെയ്യണമെന്ന് കാണിക്കണം. സ്ക്രീൻ പ്രസന്റ് ചെയ്യുന്നത്, ഒരു മിനിറ്റ് സാറേ, ഒരു മിനിറ്റ്. ഞാൻ റീജോയിൻ കൊടുത്തു, ഇതിലാണ്. ഓക്കെ. രാംജി രണ്ടാമത്തെ ഐഡിന്ന് കയറിയപ്പോ മ്യൂട്ട് ആയി പോയെന്ന് തോന്നുന്നു. അപ്പോ സതീഷൻ സാറെ, ഇവിടെ ഇപ്പൊ യു ആർ പ്രസന്റിംഗ് എന്ന് കാണിക്കണില്ലേ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഓപ്ഷൻ വരും, പ്രസന്റ് നൗ എന്ന് പറഞ്ഞിട്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് സ്ക്രീൻ പ്രസന്റ് ചെയ്യാൻ പറ്റണത്. സ്ക്രീനോ ഏതെങ്കിലും ഡോക്യുമെന്റോ അങ്ങനെ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും. ഈ യു ആർ പ്രസന്റിംഗിന്റെ പകരം ഇവിടെ പ്രസന്റ് ഓക്കെ. താങ്ക് യു. റാം പറയുന്നത് കേൾക്കുന്നില്ല. ഹലോ, കേൾക്കാം? കേൾക്കാം. ഓക്കെ. ഡോക്യുമെന്റ്സ് ഇൻ ദ സ്ക്രീൻ, നമ്മൾ സ്ക്രീൻ പ്രസന്റ് ചെയ്തിട്ട് നമ്മൾ അതിൽ ഇപ്പോൾ ഡോക്യുമെന്റ്സ് നമ്മൾ സ്ക്രീൻ പ്രസന്റ് ചെയ്ത് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എന്തും ആൾക്കാർക്ക് കാണാമല്ലോ. അതിൽ നമ്മൾ ഞാൻ PPT എങ്ങനെയാണ് പ്രസന്റ് ചെയ്തത്, PPT നമ്മൾ ഞാൻ PPT ആദ്യം നേരത്തെ ഓണാക്കി വെച്ച് PPT ഓണാക്കി വെച്ചിട്ട് ഞാൻ എന്റെ സ്ക്രീൻ പ്രസന്റ് ചെയ്തു.
പിന്നെ ഞാൻ PPT ഓപ്പൺ ചെയ്തപ്പോ എന്റെ ഡോക്യുമെന്റ് PPT ആണല്ലോ. അങ്ങനെ നമുക്ക് പ്രസന്റ് ചെയ്യാമല്ലോ. സുമേഷ് ജി ഒരു ഡോക്യുമെന്റ് കാണിച്ചു തന്നല്ലോ, ഇതിന്റെ സിലബസ്. അതൊക്കെ ഇതേമാതിരി തന്നെയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യം. ഗൂഗിൾ മീറ്റിൽ സൂമിനെ മാതിരി വൈറ്റ് ബോർഡ് അവരിപ്പോ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. അവരിനി ഇംപ്ലിമെന്റ് ചെയ്യുന്ന തോന്നുന്നത്. സജഷൻസ് കുറെ പോകുന്നുണ്ട്, കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പൊ ഗൂഗിൾ മീറ്റ് ആണ് ഉപയോഗിക്കുന്നത്. അത് കാരണം ഇപ്പൊ നമ്മൾ ബൈ ഡിഫോൾട്ട് വൈറ്റ് ബോർഡ് ഉപയോഗിക്കുന്നത് നോട്ട് പാഡ് തന്നെയാണ്. നോട്ട് പാഡ് തന്നെയാണ് നമ്മൾ ബേസിക് ആയിട്ട് ഒരു ബോർഡായിട്ട് ഉപയോഗിക്കുന്നത്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നോട്ട് പാഡ് എടുത്തിട്ട് ടൈപ്പ് ചെയ്ത് ആണ് ആൾക്കാർ കറക്റ്റായിട്ട് ചെയ്യുന്നത്. എത്ര മെയിലായിട്ട് വേണമെങ്കിലും ഒരു ഫോൺ നമ്പറിൽ സാധിക്കുമോ? എത്ര മെയിൽ ഇല്ല, നമ്മൾ ഫോൺ നമ്പർ ഇപ്പോൾ സെറ്റ് ചെയ്ത ആ ഫോൺ നമ്പർ ഒരു മെയിൽ ഐഡിയെ നമുക്ക് തൽക്കാലം പറ്റുള്ളൂ. ഓക്കെ, ഗൂഗിൾ ജാം ബോർഡ് ഉണ്ട്, അത് വേറെ അങ്ങനെ ഉള്ള വേറെ ടെക്നോളജികൾ ഉണ്ട്, നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. എത്ര മെയിൽ ഐ ഡി വേണമെങ്കിലും ഒരു ഫോണിൽ സെറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇപ്പൊ ഒരു നമ്പർ ഒരു മെയിൽ ഐ ഡിയെ ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നമ്പറാണ്, പ്രതിനിധീകരിക്കാനുള്ള ഒരു നമ്പറാണ് ഒരു മെയിൽ ഐ ഡിയെ. അത് കാരണം ഒരു നമ്പറിൽ ഇപ്പൊ തൽക്കാലം ഒരു മെയിൽ ഐ ഡി ആണ് അവര് ഒരു ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു മെയിൽ ഐ ഡി മാത്രമാണ് ഒരു നമ്പറിൽ. ഓക്കെ, വീഡിയോ ഓഡിയോ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു ക്വിസ് മത്സരം മീറ്റ് വഴി സംഘടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വീഡിയോ ഓഡിയോ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു ക്വിസ് മത്സരം എന്ന് ഉദ്ദേശിച്ചത്, നിങ്ങൾ ഇപ്പോ മീറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഇന്റർവ്യൂ ഒക്കെ നടന്നു വരുന്ന ഒരു പ്ലാറ്റ്ഫോമും മീറ്റ് വെച്ചിട്ട് നമുക്ക് ഓൺലൈൻ ഇന്റർവ്യൂ ഒക്കെ നിറയെ പേര് ഇപ്പൊ അങ്ങനെ ജോലിക്ക് കയറി വരും, അങ്ങനെയൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ഓഡിയോ ഉണ്ടെങ്കിൽ ജസ്റ്റ് പ്ലേ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. അങ്ങനെയുള്ള ക്വിസ് മത്സരമൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം. ഇതേമാതിരി തന്നെ നിങ്ങൾക്ക് ഒരു പാനലിനെ സെറ്റ് ചെയ്യാം. ഒരു പാനലിനെ സെറ്റ് ചെയ്തിട്ട് ഇതേമാതിരി നമുക്ക് ആൾക്കാർ വന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരെ ഇതേമാതിരി ചോദ്യങ്ങൾ ചോദിക്കാം. ഓക്കെ, അവർക്ക് മീറ്റിങ്ങിന് അവർക്ക് വേണ്ട ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്യാനുള്ള ഗൂഗിൾ ഫോംസ് വെച്ചിട്ടാണ് നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്യുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ അവരുടെ ഒപ്പം ചാറ്റിൽ നമുക്ക് ഗൂഗിൾ ഫോംസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയൊക്കെയാണ് ഇതിന് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശരിക്കും ഇവർ നടത്തി വരുന്നു. ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ഒരു നോട്ട് വാട്സപ്പ് തരാം. ഈ സെഷൻ ഇതാണ്, റെക്കോർഡഡ് ആണ്. അപ്പോൾ നമുക്ക് ചെയ്യാം. അടുത്ത ആഴ്ചയിൽ ഒരു മീറ്റിംഗ് സെറ്റ് ചെയ്യാൻ, നേരത്തെ ലിങ്ക് സെറ്റ് ചെയ്യാൻ നമ്മൾ ഗൂഗിൾ മീറ്റിൽ പോകുന്നു. ഒരാഴ്ച നിലനിൽക്കുമോ എന്ന് എനിക്കറിയില്ല, ഞാൻ അത്ര നമ്മൾ ട്രൈ ഔട്ട് ചെയ്തിട്ടില്ല. നമ്മൾ ഗൂഗിൾ മീറ്റിൽ പോകുന്നു. നമ്മൾ ഗൂഗിൾ മീറ്റിൽ പോയി ന്യൂ മീറ്റിംഗ് കൊടുക്കുന്നു. ന്യൂ മീറ്റിംഗ് കൊടുത്താൽ നമുക്ക് ഈ മീറ്റിംഗ് ലിങ്ക് കിട്ടുമല്ലോ. ഈ മീറ്റിംഗ് ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. എങ്ങനെ വാട്സപ്പ് വഴിയോ എങ്ങനെ വഴിയോ നിങ്ങൾക്ക് ഇത് ക്ലിക്ക് ചെയ്താൽ കോപ്പി ആയി ഉണ്ടാവും. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അത് ഷെയർ ചെയ്ത് അത് എത്ര ദിവസം ഇതിന്റെ വാലിഡിറ്റി നിൽക്കും എന്ന് എനിക്ക് ഉറപ്പില്ല. അത് ഒരാഴ്ചയാവുമോ എന്ന് എനിക്ക് അറിയില്ല. അത് കാരണം അതൊന്ന് നോക്കിയിട്ട് ചെയ്യണം തന്നെയായിരിക്കും നല്ലത്. ഓക്കെ, അതൊന്ന് ജസ്റ്റ് നമുക്ക് മോർ ദാൻ 1 വീക്ക് നമുക്ക് അത് ചെയ്യാൻ പറ്റും. മോർ ദാൻ 1 വീക്ക് നമുക്ക് ഈ ഇത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സെറ്റിംഗ്സ് നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മാത്രമല്ല, സെറ്റിംഗ്സ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ കാണാം മൈക്രോഫോൺ ടെസ്റ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഞാൻ സംസാരിക്കുമ്പോൾ ഇവിടെ അതിന്റെ ഗ്രാഫിക്കൽ ഒരു ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എൻ്റെ സ്പീക്കർ ടെസ്റ്റ് ചെയ്യാൻ ടെസ്റ്റ് എന്ന് അടിച്ചു കൊടുത്താൽ ജസ്റ്റ് ഒരു സിമ്പിൾ ഇത് വെച്ച് പ്ലേ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ. വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറ, മൾട്ടിപ്പിൾ ക്യാമറ ഉണ്ട്. ഞാനിപ്പോൾ ലാപ്ടോപ്പാണ് ഉപയോഗിക്കുന്നത്, അത് കാരണം എനിക്ക് ഡിഫോൾട്ട് ആയിട്ട് ക്യാമറ വരും. നിങ്ങൾ ചിലപ്പോൾ ലാപ്ടോപ്പിന്റെ ഒരു വെബ് ക്യാം ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറെ വെബ് ക്യാമിന്റെ ആ ഒരു ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ജനറൽ ഇപ്പൊ തൽക്കാലം അവർ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് നമ്മൾ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യണോ എന്നുള്ള ഡീറ്റെയിലുകളൊക്കെയാണ് അവർ ചോദിക്കുന്നത്. ഓക്കെ, പിന്നെ ഏതെങ്കിലും
പിന്നെ ഏതെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ചോദിക്കാം, എനിക്ക് ചോദിക്കാം. കഴിഞ്ഞായിരുന്നു ഡൗട്ടുകൾ കഴിഞ്ഞായിരുന്നു. രാംജി, നമ്മുടെ മെയിൽ ID കൂടി ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ട് കൊടുത്താലേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മെയിൽ ചെയ്യാമായിരുന്നു. നമ്മളുടെ ഇൻഫോ അതല്ലേ? ശരി, ഒന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ വാട്സാപ്പിലും ചെയ്യാമെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഓക്കെ സാർ, ആ റെക്കോർഡിംഗ് ഓപ്ഷനെ കുറിച്ചുകൂടെ പറയാമോ? info@itmilan പറയാം. ഒരു മിനിറ്റ്. info@itmilan sevafoundation.org നിങ്ങൾക്ക് മെയിൽ അയക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതില് ഇപ്പൊ പ്രസന്റേഷൻ ഇവിടെ മൾട്ടിപ്പിൾ കാര്യങ്ങൾ കണ്ടായിരുന്നില്ലേ? മൾട്ടിപ്പിൾ ഇതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മിനിറ്റ് ജോബിജി ഹലോ, ഇതില് പ്രസന്റേഷൻ ഓപ്ഷൻ മറ്റേ ഹെഡിനില്ല സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഏതാണ് പ്രസന്റേഷൻ ഓപ്ഷനെ ലിങ്ക് സ്റ്റാർട്ട് ചെയ്ത ആൾക്കല്ലേ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? റെക്കോർഡിംഗ് ആണോ? റെക്കോർഡിംഗ് അഡ്മിനിസ്ട്രേറ്റർ ആരാണോ മീറ്റിംഗ് ക്രിയേറ്റ് ചെയ്തത്, റാം എടുത്ത ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മേളിൽ ഇപ്പോൾ മീറ്റിംഗ് ഈസ് റെക്കോർഡഡ് എന്ന് കാണിക്കുന്നതിന് പകരം ഇവിടെ റെക്കോർഡ് മീറ്റിംഗ് എന്ന് കാണിക്കും. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സോ ഇറ്റ് വിൽ സ്റ്റാർട്ട് റെക്കോർഡ്. ഇവിടെ ഞാനല്ല മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തത്, ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഉള്ള മീറ്റിംഗ് നമുക്ക് ഇവിടെ റെക്കോർഡ് മീറ്റിംഗ് ക്ലിക്ക് ചെയ്താൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. സ്റ്റാർട്ട് ചെയ്ത ആൾക്കേ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, എല്ലാവർക്കും അത് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ സ്റ്റാർട്ട് ചെയ്യാത്തത് കൊണ്ട് ഞാനടക്കം എല്ലാവർക്കും മീറ്റിംഗ് ഈസ് ബീങ് റെക്കോർഡ് എന്ന് മാത്രമേ കാണുള്ളൂ. അല്ലാതെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മീറ്റിംഗ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, വാട്സാപ്പ് ജോബിജി, നമ്മളുടെ വാട്സാപ്പ് ഡീറ്റെയിൽ ഉണ്ടല്ലേ? ഗ്രൂപ്പ് ഉണ്ടല്ലേ ഇവിടെ? ഉണ്ട്. സംശയങ്ങളൊക്കെ തീർന്നു തോന്നുന്നു അല്ലേ? അതെ, കൂടുതൽ സംശയങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ വിട്ടാലും മതി. സംശയങ്ങൾ ഇപ്പൊ ചെയ്ത് നോക്കുമ്പോൾ ഉണ്ടാവുക. അപ്പൊ അത് അടുത്ത സെഷനിൽ ആദ്യത്തെ ഒരു 5-10 മിനിറ്റ് അത് തീർന്നു തരാനുള്ള ഒരു സമയം ഉണ്ടാവുക. തീർച്ചയായിട്ടും. റാംജി, അവർ പറഞ്ഞത് ഇനി ഇത് ചെയ്ത് നോക്കുമ്പോൾ ചില സംശയങ്ങൾ വരുമല്ലോ. അപ്പൊ അത് അടുത്ത ദിവസം ആദ്യത്തെ ഒരു 5 മിനിറ്റ് ഡൗട്ട് ക്ലിയറിങ്ങിന് വെക്കാൻ പറ്റുമല്ലോ എന്നാണ് ചോദിച്ചത്. ചെയ്യാം. ഇന്നിപ്പോ കൃത്യം 4 മണിയായി, തീർക്കാൻ തോന്നുന്നു അല്ലേ? നല്ല ടൈമിങ്. അതെ, നാളെ ഇത് തന്നെ ആയിരിക്കുമല്ലോ ലിങ്ക് അല്ലേ? നാളെ നമ്മൾ ഇപ്പോ ലാസ്റ്റ് അയച്ച ലിങ്ക് തന്നെ ആയിരിക്കും. അപ്പൊ എല്ലാവരും നാളെ 1:50-55 മുമ്പ് ലോഗിൻ ചെയ്യുക. പ്രയോജനപ്രദമായിട്ട്